ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കലൂടെ ശക്തിയോടെ നല്ല രാവിലെ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ദിവസലായി പങ്കെടുക്കാവരെ സ്തുതിപ്പാൻ ദൈവം നൽകിയ വലിയ ദിവസമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം പങ്കുള്ള ജീവിതത്തിലും സന്തോഷകരമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 ദിവസമൊക്കെ ഈ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. ഇന്ന് പകലും കർത്താവ് നമ്മൾ സംസാരിപ്പാൻ വളരെ പ്രാർത്ഥന നമുക്ക് ദിവസമായിരിക്കാം. കഴിഞ്ഞ പകൽ നമ്മൾ വായിച്ച് ധ്യാനിച്ച വേദഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞുവെന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയും എന്ന് അറിയിച്ചു. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയും. കണ്ണടയ്ക്കാം. കർത്താവേ, ഈ ദിവസം വരെ ഞങ്ങളെ സഹായിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. എല്ലാ ദൈവയ്ക്കും നന്ദി. വാസ്തവവും പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും ദൈവമക്കളെ ഓർക്കുന്നു. ഇവിടെ എല്ലാം വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. രാവിലെ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും ചെയ്യണം. അവിടുത്തെ ദിവ്യതയ്ക്ക് വിശ്വസ്തകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനകളുണ്ടായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം പറയാം. അതിന് ക്ഷീണിച്ചു പോയോ? ഇല്ല. ശിവപ്രവചനം 40-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. നിനക്കറിഞ്ഞുകൂടെയോ എന്ന് വായിച്ചാട്ട്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, അർദികളെ സൃഷ്ടിച്ചവൻ തന്നെ. നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല. ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ലെന്ന് മാത്രമല്ല, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. പിന്നെ ബലമില്ലാത്തവന് ബലം കൽപ്പിക്കുന്നു. പിന്നെ അടുത്തതാണ് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ കൈ ഉയർത്തിപ്പിടിച്ചാണ്. കൈ ഉയർത്തിപ്പിടിച്ചാണ്. ഉപവാസത്തോടിരുന്നിട്ട് ആരും ക്ഷീണിച്ചിട്ടില്ലല്ലോ. കൈ ഉയർത്തി പറ. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ശക്തി പുതുക്കപ്പെട്ട ദിനങ്ങൾ. ശക്തി പുതുക്കപ്പെടുന്ന ദിനങ്ങളാണ്. യഹോവയെ കാത്തിരുന്നത് ക്ഷീണിക്കുന്ന ദിവസമല്ല. ശക്തി പുതുക്കപ്പെടുന്നു. ശക്തിയോട് ആരാധിച്ചാണ്. ശക്തി പുതുക്കപ്പെടുന്നു. ശക്തി പുതുക്കപ്പെടുന്നു. പിന്നെ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അടുത്ത വാക്യം. അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആ വാക്യം ഞാൻ തിരിച്ചിടുകയാണ്. തുടക്കം അവിടെ പറക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഒടുവിൽ അവർ കഴുകന്മാരെ പോലെ വാനവിരിവിലേക്ക് പറന്നുയരും. യഹോവയെ കാത്തിരിക്കുന്നവൻ ആദ്യം നടപ്പാണ്, പിന്നെ ഓട്ടമാണ്, പിന്നെ ഒരു പറക്കലുണ്ട്. സ്തോത്രശക്തിയോട് പറഞ്ഞാണ്. പഴയ ഭക്തന്മാർ നടന്നു തുടങ്ങി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. പഴയ നിയമത്തിലെല്ലാം നടപ്പാണ്. നിയമത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, ആകയാൽ സാക്ഷികളുടെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. ദ്രവ്യാഗ്രഹം വിട്ട് ഓടുക. സ്തോത്രം. പഴയ നിയമത്തിൽ നടപ്പായിരുന്നു, പുതിയ നിയമത്തിൽ ഓട്ടമായി. നടപ്പ് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് ഇനിയുള്ളത് എന്താ? പറക്കൽ. പുതിയ നിയമ വിശ്വാസിയെ
ഈ സഭായുഗത്തിന്റെ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം ഒരു പറക്കൽ വെച്ചിട്ടുണ്ട്. ശക്തിയോട് കൈ ഉയർത്തി സ്തോത്രം. അവയെ കാത്തിരിക്കുന്നവൻ നടന്നു തുടങ്ങും, പിന്നെ അവൻ ഓടാൻ തുടങ്ങും, പിന്നെ അവൻ പറക്കും. നിങ്ങൾ ഒത്തിരി തവണ വിമാനത്തിൽ കയറിയിട്ടുള്ളവരാണ്, ഫ്ലൈറ്റിൽ കയറിയിട്ടാണുള്ളവരാണ് ഇരിക്കുന്നത്. ഈ ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പറന്നു വന്ന ഫ്ലൈറ്റ് വൃത്തിയാക്കിയ ശേഷം ലഗേജെല്ലാം ഇറക്കി കഴിഞ്ഞാൽ പുതിയ ലഗേജെല്ലാം കയറ്റും. ലഗേജെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഇന്ധനം നിറയ്ക്കും. ഇന്ധനം നിറച്ച് കഴിഞ്ഞ ആളുകളെ കയറ്റിയിരുത്തും. സീറ്റ് ബെൽറ്റെല്ലാം മുറുക്കിയിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ടൈം ആകുമ്പോൾ ഈ റൺവേയിലൂടെ ഈ വിമാനം പതുക്കെ നിരങ്ങി നീങ്ങും. പതുക്കെ 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 നീങ്ങാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ആ പതുക്കെ ഉള്ള നിരങ്ങി നീങ്ങലൊരു പാച്ചിലായി മാറും. പിന്നെ അത് പറക്കലായി മാറും. അവയെ കാത്തിരുന്ന പഴയുന്ന വിശുദ്ധന്മാർ നടന്നു തുടങ്ങി. പുതിയ നിയമത്തിലെ ആദ്യകാല വിശ്വാസികൾ ഓടി തുടങ്ങി. ഹല്ലേലൂയ! നമുക്കൊരു പറക്കൽ വെച്ചിരിക്കുന്നു. പറക്കണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം അകത്ത് പരിശുദ്ധാത്മ ശക്തി വേണം. അവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ഒഴുവൽ കഴുകനെ പോലെ പറന്നുയരും. ഈ ഉയരത്തിലേക്ക് പറക്കണമെങ്കിൽ ശക്തി ആവശ്യമാണ്. ഈ ദിവസം ഉപവാസ പ്രാർത്ഥന ശക്തി സംഭരണ ദിനങ്ങളായി മാറണം. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളെ അതിൽ വിടുതൽ മാത്രമല്ല, അവയെ കാത്തിരുന്ന് പറക്കാനുള്ള ശക്തി കൈയടിച്ചാണ്. സഭയെ നീ പറക്കാൻ കാലമായി, സഭയെ നീ വാനങ്ങളിലേക്ക് ഉയരാൻ കാലമായി, സഭയെ കണ്ണാടി കടമുള്ളായി കണ്ട എന്റെ പ്രാണപ്രിയെ കാണാനായി, സഭയെ ഈ നിത്യവീടിനോട് അടുത്തോ കൈയടിച്ചാണ്. ശക്തിയുടെ സ്ഥാപനം പറഞ്ഞാണ് എന്റെ പ്രാണപ്രിയന്റെ നാടിനോട് അടുത്തു. ഞാൻ കാത്തിരുന്ന നാട്, ഞാൻ കാത്തിരുന്ന വീട്, എന്റെ പ്രാണപ്രിയന്റെ വീട്. അവിടെ അടുത്തു, അവിടെ പറക്കണോ? ശക്തി വേണം. ശക്തി വരാനെന്ന് വെച്ചാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചത് പിശാച് ഉയർത്തുന്ന വെല്ലുവിളികൾ സഭ ഏറ്റെടുക്കുക. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, സഭയ്ക്ക് നേരെ പിശാച് ഉയർത്തുന്ന വെല്ലുവിളി കണ്ട് നിലവിളിപ്പാനല്ല, മുട്ടിമേൽ നിന്ന് അഭിഷേകത്തിന്റെ അധികാരത്തോടവയെ നേരിടണം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ്. സ്തോത്രത്തിന്റെ ശക്തി, ഹല്ലേലൂയയുടെ ശക്തി ലോകത്തിന് അറിഞ്ഞുകൂടാ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കറിയാം. എരികോ കോട്ട ഇടിക്കാൻ ബോംബ് വെക്കാൻ പറഞ്ഞില്ല, ബുൾഡോസറിനെ അയക്കാൻ പറഞ്ഞില്ല. തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ഒരു തവണ ഇതിന് ചുറ്റും നടക്കണം. ഹല്ലേലൂയ! നിങ്ങൾ ചുറ്റും നടക്കണം. 7ാമത്തെ ദിവസം നിങ്ങൾ ഒന്നിച്ച്, ഞാൻ പറയുന്നിടങ്ങൾ നിങ്ങൾ മിണ്ടരുത്. സഹോദരൻ യോശുവ പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്. ഞങ്ങൾ ആർപ്പിടാൻ പറയുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് ആർപ്പിടണം. ഹല്ലേലൂയ! ഇസ്രായേൽ മക്കളുടെ ആർപ്പിന്റെ മുമ്പിൽ എരികോ കോട്ട ഇടിഞ്ഞ് താഴെ വീണു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ യുദ്ധതന്ത്രം മനുഷ്യൻ അറിഞ്ഞുകൂടാ. മനുഷ്യന്റെ മുമ്പിൽ നിസ്സാരമെന്ന് തോന്നുന്ന യുദ്ധതന്ത്രങ്ങളാണ് ദൈവത്തിനുള്ളത്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി, നിന്റെ സ്തോത്രത്തിന്റെ ശക്തി, നിന്റെ ഹല്ലേലൂയയുടെ ശക്തി ലോകത്തിന് അറിഞ്ഞുകൂടാ. ലോകം നിസ്സാരമെന്ന് കാണുന്ന സ്തോത്രത്തിന്, ലോകം നിസ്സാരമെന്ന് പറയുന്ന ഹല്ലേലൂയയ്ക്ക്, ലോകം നിസ്സാരമായി കാണുന്ന അന്യഭാഷയ്ക്ക് സാത്താന്യ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുണ്ട്. വെല്ലുവിളികൾ ഏറ്റെടുക്കുക. നമ്മൾ വായിച്ച നിർത്തിയ കഴിഞ്ഞ രാവിലെ വേദഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 17:32 വെല്ലുവിളി ഏറ്റെടുത്ത എലീശ പ്രവാചകൻ, വെല്ലുവിളികൾ ഏറ്റെടുത്ത ദാനിയേൽ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചു. വെല്ലുവിളി ഏറ്റെടുത്ത ദാവീദ് വായിച്ചാട്ട് 1 ശമൂവേൽ 17:32 മുതലുള്ള വാക്യം വായിച്ചാട്ട്. യെസ്. നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അവനോ, ഞാൻ കഴിഞ്ഞ
ദിവസം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ദാവീദിനെ എല്ലാവരും തഴയപ്പെട്ടവനായിരുന്നു. മനുഷ്യ സൃഷ്ടിയിൽ അവന് പേഴ്സണാലിറ്റി ഇല്ലായിരുന്നു, അവന് ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. അന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 11-12 വാക്യങ്ങൾ ചോദിക്കേണ്ടി വന്ന അപ്പനോട് അപ്പൻ തടഞ്ഞു. കാരണം അപ്പനെ സംബന്ധിച്ചൊരു പ്രതീക്ഷ അവനില്ലായിരുന്നു. അപ്പനെ സംബന്ധിച്ചൊരു പ്രതീക്ഷയില്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരോടൊക്കെ പറയാം, നിന്നെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ലേലും ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. ഈ ദിവസങ്ങൾ എവിടെയൊക്കെ എഴുതിയിട്ടാലും കർത്താവ് അങ്ങനെ പറയുക, ചെറുപ്പക്കാരോട് പറയാൻ. തടയപ്പെട്ടവനെ, ആർക്കും വേണ്ടാത്തവനെ, ഒരു പ്രതീക്ഷയില്ലാത്തവനെ ദൈവം ഉയർത്തും. ഒരു പ്രതീക്ഷയില്ല. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കൊള്ളാത്ത കുറേ പേരുണ്ട്, കുറേ അധ്യായങ്ങളിൽ. സാധാരണ ആരത് വായിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈയിടെ ഡിസ്ട്രിക്ട് മാസികത്തിന് പ്രസംഗിച്ചപ്പോൾ അവിടെ വായിക്കുന്നവരും കൈവൊക്കെ കുറച്ചൊരു വായിച്ചു. കാരണം വേദവസത്തിൽ വള്ളിയും പുള്ളിയും വിടാതെ വായിക്കുന്നവരാണ്. ഞാൻ പക്ഷേ ആദ്യം കാണും വായിച്ച് കാണും. കാരണം ഈ വാക്കുകളെല്ലാം അവിടെ എങ്ങനെ പിടിക്കാനാണ്. പക്ഷേ ഇങ്ങനെ അതിനിടയിൽ പൊൻകിരണം പോലെ ഒരു വാക്യം കിടപ്പുണ്ട്. എബേസ്, അവൻ്റെ അമ്മ അവന് വേദനയോട് പ്രസംഗിച്ചു. അവൻ എബേസ് പേരിട്ടു. പക്ഷെ എബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ആദരവ് വിസ്തീർണമാക്കണം. ഹല്ലേലൂയ. എബേസ് അപേക്ഷിച്ചതിന് ദൈവന് കൊടുത്തു. അത്രയേ അധ്യായങ്ങളിൽ ഒരൊറ്റ വാക്യം. ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിടത്ത് നിന്ന് ആരും ശ്രദ്ധിക്കാതെ പോയ എബേസ് എന്ന ഒരു ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നവനാക്കി മാറ്റിയത് അവൻ്റെ 2-3 വാചകത്തിലൊരു പ്രാർത്ഥനയാണ്. അവനെ എല്ലാവരും അറിയപ്പെടുന്നവനാക്കി മാറ്റി. സ്തോത്രം പറഞ്ഞു മിന്നു. അവനെ എല്ലാവരും അറിയപ്പെടുന്നവനാക്കി മാറ്റി. അവൻ്റെ പേരിൽ ഒരു പട്ടണം തന്നു വന്നു. അവൻ അവിടെ പാർത്തവരെല്ലാം ശാസ്ത്രജ്ഞന്മാരായി മാറി. മകളെ, തടയപ്പെടുന്നവനെ ദൈവം ഉപയോഗിക്കും. ഒരു പ്രാർത്ഥന. ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറയാം, നിന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ വൊക്കാബുലറി അല്ല, കഠിനവാക്കുകളല്ല, 2-3 വാക്കുകളുള്ളൊരു പ്രാർത്ഥനയ്ക്ക് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. നിന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, അതിന്റെ സിൻസിയറിറ്റിയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, അത് വ്യാപരിക്കുന്ന അഭിഷേകമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ശക്തിയോടെ കരമടിച്ചോ, ഈ വാചാലമായി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന പുറത്തു വരുന്നതെങ്കിൽ അതിലൊരു അത്ഭുതം നടക്കും. ശക്തിയോടെ കരമടിച്ചാൽ മകളെ ദൈവത്തിന്റെ ശക്തിഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട് ചെറിയ കാര്യങ്ങളെ കൊണ്ടവൻ വലിയ കാര്യങ്ങളെ ചെയ്യും. ചെറിയ ശക്തികളെ കൊണ്ടവൻ വൻ ശക്തികളെ തകർക്കും. കൈയോഗ്യർക്ക് സ്തോത്രം പറഞ്ഞേ. ഒന്നുകൂടെ പറയാം, ചെറിയ ശക്തികളെ കൊണ്ട് വലിയ ശക്തികളെ തകർക്കാൻ ദൈവത്തിന് കഴിയും. ചെറിയ സാധ്യതകളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ സൈന്യങ്ങൾ കോടിയും 1000 കോടിയുമാണ്. നമ്മളെ ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചാണ് പ്രസംഗിക്കുമ്പോഴെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. കോടിയാണ്. പക്ഷെ ദൈവത്തിന് ബോംബിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവിടെ ഒരു പദം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ച പറഞ്ഞു, അവൻ കിഴക്കൻ കാറ്റുകൊണ്ട്, അങ്ങനല്ലേ ഫസ്റ്റ്, അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. അങ്ങനെ പറഞ്ഞ പോലെ ലോകത്തിലെ ഒത്തിരി 40,000 യുദ്ധക്കപ്പലുകൾ കിടപ്പുണ്ട്. കപ്പലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും താർക്കുന്ന ടോർപിഡോ ഉപയോഗിച്ചാണ്. എന്നാൽ ദൈവം തമ്പുരാന് നിന്റെ 1000 യുദ്ധവിമാനങ്ങളെ, അന്തർവാഹിനികളെ തകർക്കാൻ ടോർപിഡോ ഇടണ്ട, മിസൈൽ വർഷിപ്പിക്കണ്ട. തമ്പുരാൻ ഒരു കാറ്റിനോട് പറഞ്ഞാൽ മതി, ഒറ്റ കാറ്റടിച്ച് അവനെ ആടി തകർത്ത് കളയുക. അല്ലേ, ഈ ആകാശം മുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകളിലാണ് നിങ്ങളെല്ലാം താമസിക്കുന്നത്. നമ്മൾ
ഇത് കാണണം, ഇങ്ങോട്ട് നോക്കണം. ഇത് വീഴ്ത്താൻ ദൈവത്തിന് എത്ര നേരം വേണം? എത്ര നേരം വേണം? 20 മണിക്കൂർ വേണോ? 20 മിനിറ്റ് വേണോ? 2 മിനിറ്റ് വേണോ? 2 സെക്കൻഡ് മതി. ഞാൻ കേരളത്തിലെ കൺവെൻഷൻ വേദിയിൽ ഇറക്കി കൺവെൻഷൻ കയറി വരിക എന്ന് കണ്ടുകൊണ്ടാകിരിക്കരുത് കേട്ടോ. മനുഷ്യ, നിന്റെ വർഷങ്ങളുടെ പണിയില്ലാതാക്കാൻ ദൈവത്തിന് വർഷങ്ങൾ വേണ്ട, മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾ മതി. തമ്പുരാനോട് ഒന്ന് കുലുങ്ങാൻ പറഞ്ഞു. 2 സെക്കൻഡ് വേണ്ട. എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. റിക്ടർ സ്കെയിൽ 5.5. തീവ്രതയൊക്കെ ദൈവത്തിനറിയാം. ആ തീവ്രത പറയും. റിക്ടർ സ്കെയിലിൽ 5.5, 4.6 അങ്ങനെ വരുന്ന പോലെ മക്കളെ ഒന്ന് കുലിക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാം ഇടി താഴെ വീഴണം. നിമിഷം മതി. എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിക്കണം. ഈ കെട്ടിപ്പൊക്കിയതെല്ലാം ഇടിഞ്ഞ് താഴെ വീഴാൻ ബോംബൊന്നും ഇടണ്ട ദൈവത്തിന്. ഒരൊറ്റ നിമിഷം പറഞ്ഞാൽ മതി. ഒന്ന് കുലുങ്ങിയേക്കാൻ പകലൊപ്പം വന്ന് താഴെ വീഴും, പൊട്ടിഞ്ഞ് വീഴും. ഇതൊക്കെ വരും കേട്ടോ. ഭൂമി പൊട്ടുകൊണ്ട് പൊട്ടും, ഭൂമി കിറുങ്ങും, ഭൂമി മത്തനെ പോലെ ചാച്ചാടും, ഭൂമി കാവൽമാടം പോലെ ആടും. ഇതൊന്നും കെട്ടിപ്പിടിച്ചോണ്ടൊന്നും ഇരിക്കണ്ട. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ പോകും. എന്നാൽ അതിന് മുമ്പ് മറ്റൊരു കാര്യം നടക്കണം. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ ദൈവത്തിന്റെ സഭ ഇവിടെ മാറ്റപ്പെടും. ഇതിപ്പോ കുലുങ്ങാൻ നിൽക്കാൻ കാരണം സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ ഉള്ളത് കൊണ്ടാണ്. കർത്താവിന്റെ സഭയുടെ ഉള്ളിടത്തോളം, സഭയുള്ളിടത്തോളം ഭൂമിയെ പൊട്ടക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയാ. പ്രത്യാശയോടെ വാങ്ങുന്നോ ഇതൊക്കെ ദൈവങ്ങളാണ് സ്തോത്രം പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ കാവലുണ്ട്, സൂക്ഷിക്കുന്ന സഭയുകളുണ്ട്. അതുകൊണ്ടാണ് കുലുങ്ങാൻ നിൽക്കുന്നത്. ഇത് കുലുങ്ങും. ശക്തിയോടെ കൈയടിച്ച് വാതുറന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് സ്വന്തം ശക്തി അനുഭവമായി ചോദിച്ചു. തടയപ്പെടുന്നവന് ദൈവം ചോദിക്കും, ആർക്കും വേണ്ടാത്തവന് ദൈവത്തിന് വേണം. എല്ലാവരുമായോ എന്ന് ചോദിച്ചതിന് അവൻ ഇനി ഒരുത്തനുണ്ട്, ഒരുവനുണ്ട്. അവനിതിനൊന്നും കൊള്ളത്തില്ല. അവനാടിനെ മേയ്ക്കാൻ ഞാൻ വിട്ടേക്ക. ഇതിനൊന്നും അവനെ കൊള്ളില്ല. ആനദൃഷ്ടിയിൽ നിന്നെ പലതിനും കൊള്ളത്തില്ല. പക്ഷെ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ നിന്നെ പലതിനും കൊള്ളാം കുഞ്ഞെ. നിന്റെ അപ്പൻ നോക്കിയിട്ട് പോലും നിന്നെ കൊള്ളത്തില്ലെന്നാ പറഞ്ഞത്. നിന്റെ അപ്പൻ്റെ കാൽക്കുലേഷനിൽ പോലും. ഇതാണ് കെട്ടിനിക്കുമ്പോൾ തന്നെ ദൂതറിയ. നിന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയില്ലായിരിക്കണം. ബേസിനെ കുറിച്ച് അമ്മയ്ക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ആ പേര് തന്നെ വസനപുത്രൻ. പക്ഷെ ദൈവം കാര്യങ്ങളെ മാറ്റിമറിച്ചു. അപ്പനൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പന് പ്രതീക്ഷയില്ലാതിരുന്ന, അമ്മയ്ക്ക് പ്രതീക്ഷയില്ലാതിരുന്ന, സഭക്കാർക്കാർക്കും പ്രതീക്ഷയില്ലാതിരുന്ന, പാസ്റ്റർമാർക്കാർക്കും ഒരു പ്രതീക്ഷയില്ലാതിരുന്ന എത്ര കുഞ്ഞുങ്ങളെ ദൈവം സൃഷ്ടിയാക്കി. ദൈവം സൃഷ്ടിയാക്കും. നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിന്നെക്കുറിച്ച് ആർക്കും 2 കാര്യങ്ങളാണ്. നിന്നെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ലേലും ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ കാര്യം, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. പിശാചിന് നിന്നെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. പിടിക്കും, കൊള്ള പങ്കിടും എന്ന് പിശാച് പറഞ്ഞു. പക്ഷെ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഒന്ന്, നിന്നെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്നെക്കുറിച്ചുള്ള ദുഷ്ടന്റെ ആശകളെ ദൈവം തകർക്കും. വാതർക്ക് ശക്തിയോടെ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ പറ. എന്നെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരുടെ നാളിൽ ദൈവം ഉയർത്തും. എന്നെക്കുറിച്ചുള്ള ദുഷ്ടന്റെ ആശകൾ, ദുഷ്ടന്റെ പ്രതീക്ഷകൾ തകർത്തുകളയും ദൈവം. തകർത്തുകളയും ദൈവം. തകർത്തുകളയും.
പ്രേയേഴ്സിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ഇത് പ്രസംഗിക്കണ വേറൊരു വിഷയം വേണം, അതൊക്കെ പോകുന്നില്ല ഞാൻ. അതുകൊണ്ട് 4 ആഴ്ചകളായിട്ട് മാസയോഗത്തിന് അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 4 മാസമായി ഒരു വാചകം കർത്താവ് ഭയങ്കരമാണ് ദൈവം. ഇവിടെ വായിച്ചാട്ട് ശായിയോട് ആളയച്ച് അവനെ വരുത്തുക. തലപ്പൊക്കെ ഉള്ളവനെ കണ്ടപ്പോൾ പ്രവാചകനും ഒന്ന് ശങ്കിച്ചു. പുള്ളി എഴുന്നേറ്റ് അഭിഷേകം ചെയ്യാൻ തുടങ്ങിയതാ. തമ്പുരാൻ കയറി പിടിച്ചു. നോ, ഞാനിവനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടവൻ ഇതുവരെ വന്നില്ലെന്ന്. ഓരോരുത്തനെ നിരത്തി നിർത്തി. തമ്പുരാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല ഇവനെ, ഞാൻ കണ്ടവൻ ഇതുവരെ വന്നില്ല. നീ എവിടെ കിടന്നാലും ആട് വിട്ട് വിളിപ്പിച്ച് ദൈവം നിന്റെ മേൽ അഭിഷേകം. ദൈവം കണ്ടവനെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല. എനിക്കറിഞ്ഞുകൂടെ പരിശുദ്ധാത്മ കുറേ ദിവസങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം കണ്ടവനെ മറച്ചു വെപ്പാൻ കഴിയില്ല, ഒളിച്ചു വെപ്പാൻ കഴിയില്ല. അവനെ രംഗത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. വായിക്കേ വരുത്തി. അത് വായിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞേ. എന്നാൽ അവൻ പൗഴ നിറമുള്ളവനും സുനേത്രനും 3 ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞേ. വായിച്ചേ. പൗഴ നിറമുള്ളവൻ, സുനേത്രൻ, സുന്ദരപ്പെട്ടവൻ. അത് ഞാൻ ആടിൻ്റെ പുറകിൽ വിട്ട്. പക്ഷെ അവന് വലിയ പൊക്കവും വണ്ണവും ഒന്നും ഇല്ലായിരുന്നു. അവൻ സുനേത്രനും പൗഴ നിറമുള്ളവനും കോമളരൂപിയുമായിരുന്നു. ഇതവൻ്റെ മേൽ അഭിഷേകം വീഴും മുമ്പുള്ളവൻ്റെ ക്വാളിഫിക്കേഷനാണ്. വീട്ടിൽ ഒതുങ്ങി മാറി ആടുമായി കഴിഞ്ഞവൻ. എന്നാൽ അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചേ. സമൂവേൽ 16-17-18 വാക്യങ്ങൾ വായിച്ചേ. ശൗൽ തന്റെ ഭൃത്യന്മാരോട് കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും. അയ്യോടാ, ഇത്ര പെട്ടെന്ന് പുള്ളി ആള് മാറി. ഹജീർക്കൻ, കോമളരൂപി, പൗഴ നിറമുള്ളവൻ. അപ്പനൊരു പ്രതീക്ഷ അവനില്ലായിരുന്നു, അമ്മയ്ക്കില്ലായിരുന്നു, ചേട്ടന്മാർക്കില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അവനോട് ചെന്നപ്പോൾ ചോദിച്ചത്, നീ എന്തിനാണ് ഇവിടെ വന്നേ? നിന്റെ അഹങ്കാരമൊക്കെ ഞങ്ങൾക്കറിയാം. പട കാണാൻ വന്നേക്കാണോ? പട്ടാളക്കാർ പറയാം, വിറച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം ചോദിക്കുന്നത്, നീ എന്തിനാണ് വന്നേ? വായിച്ച പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ ക്വാളിഫിക്കേഷൻ എവിടെ നിന്ന് വന്നു? പുള്ളി എവിടെയെങ്കിലും യുദ്ധം ചെയ്തോ? അവൻ വാക്ചാതുര്യമുള്ളവൻ, അവിടെ വന്നു. മറ്റു 3 ക്വാളിഫിക്കേഷന്മാർ. പിന്നെ അവൻ യോദ്ധാവ്, പിന്നെ പരാക്രമശാലി. അതാ ഞാൻ 1-ാം ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഭിഷേകത്തിന്റെ വിധിയെഴുത്തുകൾ മാറ്റി എഴുതും. നീ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, നീ ആള് മാറിയവനായി മാറും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അഭിഷേകത്തിന്റെ ചരിത്രം മാറ്റി എഴുതും. നിന്റെ ഗതികളെ മാറ്റി എഴുതും. നീ ഒതുങ്ങിക്കൂടി ഒരിടത്ത് കഴിയേണ്ടവനല്ല. പരിശുദ്ധാത്മ മക്കളെ ദൈവശക്തി കേൾപ്പിക്കപ്പെട്ട നീ ആള് മാറിയവനാകും. നീ ഒതുങ്ങിക്കൂടി ഒരിടത്ത് നിൽക്കാനാണ് നിന്റെ പ്രാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പലയിടത്തേക്ക് വീണ്ടും തെറിയും. ആള് മാറിയവനാകും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞില്ലേ? ആള് മാറിയവനാകും. ഏൽപ്പിക്കപ്പെട്ടാൽ മതി. പരിശുദ്ധാത്മാവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നറിയാം. നീ അങ്ങനെ ഇരുന്നാൽ മതി. നിന്നിലൂടെ പരിശുദ്ധാത്മ ശക്തി പ്രവഹിക്കും. അങ്ങനെ ദാവീദ് ഇവിടെ വന്ന് ഭൂതം കയറുമ്പം കിന്നരം വായിക്കും, ഭൂതാത്മാ വിട്ടുപോകും. അത് കഴിഞ്ഞ് പുള്ളിയെ വിടും.
പിന്നെ എവിടെ? കാട്ടിൽ. പിന്നെയും കാട്ടിൽ. അതാണ് കാട്ടിക്കിടന്നവനെ നാട്ടിൽ വരുത്താൻ ദൈവം പദ്ധതിയിടും. ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കും. ഇന്നലെ രാത്രി കേട്ടില്ലേ? യോസഫ് സിംഹാസനമെത്തണമെങ്കിൽ ഫറവോൻ സ്വപ്നം കാണണം. ഫറവോൻ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ. ഫറവോൻ്റെ രാജ്യത്ത് അവൻ തീറ്റി കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന സകല അജ്ഞേയവാദികളും സകല ശകുനവാദികളും സകല മന്ത്രികാദി ശ്രേഷ്ഠന്മാരുടെയും പെട്ടിയും പടവും മുടക്കത്തക്കവണ്ണം അവന്മാരുടെ സകല സ്വപ്നത്തിനും വ്യാഖ്യാനത്വം ദൈവം ഓഫാക്കി കളഞ്ഞു. സ്വതന്ത്രം 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 സ്വതന്ത്രം. ദാവീദ് രംഗത്ത് വരണമെങ്കിൽ ഒരു ഗോലിയാത്ത് എടുക്കപ്പെടണം. ഒരു ഗോലിയാത്ത് എടുക്കപ്പെട്ടാൽ മാത്രം പോരാ. അച്ചായന്മാർ പട്ടാളത്തിലുള്ള 7 എണ്ണവും പേടിച്ചു വരച്ചു നിൽക്കുമ്പോൾ മുതൽ എല്ലാവരെക്കാൾ പോക്കമുള്ള ശൗലുൾപ്പെടെ കൂടുതൽ പനി പിടിച്ചു നിൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച നിന്നെ, കഴിയപ്പെട്ട നിന്നെ, അതിനും വേണ്ടെന്ന് വെച്ച നിന്നെ അവരുടെ പാടിവില്ല ഉപയോഗിക്കും. ശക്തിയോടെ ആരാധിച്ചോ. എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. വളരെ വകഞ്ഞു മാറ്റി ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും. യോയൽ പാസ്റ്ററെ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്ക് എത്ര മിടുക്കന്മാരുണ്ടായിരുന്നു. ചർച്ച കൂടി വേറെ മിടുക്കന്മാരില്ലേ? പലരെയും വകഞ്ഞു മാറ്റി നിന്നെ ദൈവം എത്തിക്കേണ്ടിടത്തെത്തിക്കും. നീ പ്രശസ്തനാകേണ്ട, വിശ്വസ്തനായാൽ മതി. ഞാൻ ഒരിക്കൽ കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിച്ചൊരു ദൂതുണ്ട്. പ്രസംഗിച്ചിങ്ങോട്ട് വരുമ്പം കർത്താവിനോട് പറഞ്ഞു, അവൻ കുരുടന്മാരെ, എന്നിവിടെ പ്രസംഗിക്കാൻ നിന്നല്ല, അവൻ കുരുടന്മാരെ അവരറിയാത്ത വഴികളിൽ നടത്തുന്നു. അവൻ കുരുടന്മാരെ അവരറിയാത്ത വഴികളിൽ നടത്തുന്നു. നീ ഒരു കുരുടനെ പോലെ, നീ ഒരന്ധനെ പോലെ കർത്താവിനെ പിൻപറ്റിയാൽ നീ അറിയാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തും. അനേകരും മിടുക്കന്മാരും കഴിവ് തെളിയിക്കുന്നവരും വൻപന്മാരുമായി സ്വയപ്പാസോടുള്ള ദൂതൂടാകട്ടോ. തെളിയിച്ച് നടക്കുമ്പോൾ നീ കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടനെ പോലെ ഇരുന്ന് കൊടുക്കുന്നേ. നീ അറിയാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തുന്നു. ഈ മോനച്ചൻ്റെ സാക്ഷി ഇതാണ്. ഒരു പൊട്ടനെ പോലെ നീ എത്തിച്ചു കൊടുത്താൽ നീ അറിയാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തുന്നു. ആരൊക്കെ ഇവിടെ നിന്നൊക്കെ തഴഞ്ഞ് ഒതുക്കി മാറ്റി നിർത്തിയാലും നിന്റെ മേൽ എടുത്തിട്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകം നിന്നെ ഉയർത്തും, നിന്നെ മാനിക്കും. എത്തിക്കേണ്ടിടത്തൊക്കെ അത് എത്തിച്ചുകൊണ്ടിരിക്കും. ശക്തിയോട് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഫെലിസ്ത്യൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് വന്നു. അഗ്രചർമ്മിയുടെ വെല്ലുവിളി കിട്ടപ്പോൾ അവന്റെ അഭിഷേകം തളച്ചു. അകത്ത് അഭിഷേകമുള്ളവന് അഗ്രചർമ്മിയുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞു, ഇവൻ അതിവിത്ത് ആരും അധൈര്യപ്പെടണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഇന്നലെ രാത്രി നമ്മൾ അവസാനിപ്പിച്ച് പറഞ്ഞെടുത്തു ഞാൻ തുടങ്ങിയാണ്. ശൗല് പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നീ പിണക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. കേട്ടോ, ബാലൻ. അന്നേരമാണെന്ന് പറയുന്നത്. അതുവരെ പറയാത്തൊരു മർമ്മം കാട്ടി നടന്നത് ആരും അറിഞ്ഞില്ല. വീഡിയോ എടുത്ത് പരസ്യം ചെയ്തില്ല, പബ്ലിസിറ്റി ചെയ്തില്ല. ഞാൻ ഇന്ന് ചെയ്തു. ഒരു പാറ്റാക്കുഞ്ഞിനെ തല്ലിക്കൊഞ്ഞ എത്ര പേരറിയും?
ഞാൻ പാറ്റായി പോന്നു. വീഡിയോ കണ്ടങ്ങ് നടക്കുകയല്ലയോ. യേശു അത്ഭുതമെല്ലാം ചെയ്തിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. ആരോടും മിണ്ടി പോകരുതെന്ന് പറഞ്ഞു, പരസ്യമാക്കരുത്. ഇത് വീഡിയോ കൊണ്ടങ്ങ് നടക്കുക അത്ഭുതം. പിന്നെ അവരെ കണ്ടാൽ അറിയാം അത്ഭുതം നടന്നോ ഇല്ലയോ. പിന്നെ ആളുകളെല്ലാം മുമ്പ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് സൗഖ്യമായെന്ന് പറയാം. ആരാ പറയാതെ? സ്വതന്ത്രം മഹത്വം ദൈവത്തിനായിരിക്കണം, നിനക്കാകരുത്. നിനക്ക് വരാൻ കൈ ഉയർത്തിയാടി സ്വതന്ത്രം പറഞ്ഞേ. ദാവീദ് പറഞ്ഞു, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ, എന്തോ സിമ്പിളായിട്ട് ഈ പുള്ളി പറയുന്നേ, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ സിംഹം എൻ്റെ നേരെ വന്നെന്നാണോ? അല്ല, ആളുടെ നേരെ വന്നു, എൻ്റെ ആടിന് നേരെ വന്നു. ദൂത് പ്രകാശിക്കപ്പെടുന്നു. എൻ്റെ ആടിന് നേരെ വന്നു, അപ്പോൾ ഞാൻ അവനെ പിടിച്ചു. അവനപ്പോൾ എൻ്റെ നേരെ വന്നു. കേട്ടോ, ഇതിനകത്ത് സുവിശേഷാത്മാവുള്ളവരൊക്കെ ഇതിപ്പോൾ സുവിശേഷ വിലക്കാരിപ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആടിനെ രക്ഷിക്കാൻ നോക്കുന്ന നിന്റെ നേരെ സിംഹം ചാടി വരും. ആടിനെ രക്ഷിക്കാൻ നോക്കുന്ന നിന്റെ തലമുറയ്ക്ക് നേരെ സിംഹം ചാടി വരും. നിന്റെ നടുവിൽ നിന്ന് സൂക്ഷിക്കുന്ന വിമൂർത്തിന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. നിനക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ, അന്ധകാരം സേനയോട് പോരാടുമ്പോൾ അഭിഷേകത്തിന്റെ നേരെ സിംഹം ചാടി വരും. അദ്ദേഹത്തിന്റെ തലമുറയെ നോട്ടമിടും. അപ്പോൾ പരിഹസിക്കല്ല, പ്രാർത്ഥിച്ചോണം. പ്രൊട്ടക്ഷൻ, മകനധിക സ്നേഹത്തിന്റെ പ്രൊട്ടക്ഷൻ, പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ, ഇവരുടെ പ്രൊട്ടക്ഷൻ കൊടുത്തോണം. അറിയോ അവൻ എൻ്റെ നേരെ വന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. സിംഹത്തെ കീറുന്ന കളിക്കാരിയാണോ? കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ ഞാനതിനെ വലിച്ചു കീറി. ഈ അഗ്രചർമ്മി ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിച്ചിരിക്കയാൽ ഇവനും അവയിൽ ഒന്നിനെ പോലെയാവും. കൈ ഉയർത്തിപ്പിടി. അവിടെ നിർത്തിയ ആത്മവ്യാപാരം കൊണ്ട് അവിടെ നിർത്തിയത് തുറന്നു പ്രസംഗിക്കണം എന്നുള്ളത് ഇന്ന് ഞാൻ എടുത്ത. കൈ ഉയർത്തിപ്പിടി. ഇവനും അവയിൽ ഒന്നിനെ പോലെയാവും. ഉറക്കെ കൈ ഉയർത്തി പറ, ഇവനും അവയിൽ ഒന്നിനെ പോലെയാവും. അതൊന്ന് പറ, ഇവനും അവയിൽ ഒന്നിനെ പോലെയാണോ? കൈ മാറ്റരുത്, കൈ ഉയർത്തി വാദം ഉറക്കെ പറഞ്ഞേ, ഇവനും അവയിൽ ഒന്നിനെ പോലെയാവും. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ജീവിതം ഭൗമ്യക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ പിശാച് കൊണ്ട് കാറ്റടിപ്പിക്കുമ്പോൾ, അവൻ അലറി വരുമ്പോൾ നീ വിളിച്ചു പറയണം, ദുഷ്ട പിശാചെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കൊണ്ടുവന്ന കഷ്ടത, നീ കൊണ്ടുവന്ന അപമാനം, നീ കൊണ്ടുവന്ന ആക്ഷേപം, അതിനെയൊക്കെ എൻ്റെ ദൈവം തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാവിലെയും ദൈവം ജയം തരാൻ പോകുകയാണ്. ഇതിന്മേലും ദൈവം ജയം തരും. ഇന്ന് രാവിലെയും ദൈവം ജയം തരും. കരമടിച്ച് ദൈവത്തെ സ്നേഹിച്ചോട് പറ, ഇവയും അവയിൽ ഒന്നിനെ പോലെയാകും. ഇവയും അവയിൽ ഒന്നിനെ പോലെയാകും. ഇതിനെയും ദൈവം തകർത്ത് കളയും. ഇതിനെയും ദൈവം തകർത്ത് കളയും. ഇതിന്മേലും ദൈവം ജയം തരും. ഹല്ലേലൂയ. കൈയടിച്ചോ, ശക്തിയോട് സ്വന്തം പറഞ്ഞോ, ആരാധിച്ചോ, വിശ്വാസത്തോട് പറ. ഈ ആളുടെ പ്രശ്നത്തെ നോക്കി പറ, ഭാരത്തെ നോക്കി പറ, അധഭാരത്തെ നോക്കി പറ, ജോലിയുടെ പ്രശ്നത്തെ നോക്കി പറ, രോഗത്തെ നോക്കി പറ. ഇതിന്മേലും ദൈവം ജയം തരുമെന്ന് പറ. ഇന്ന് പലരും ദൈവം ജയം തരോ. ഇതിന്മേലും ദൈവം ജയം തരും. ഇവയും അവയിൽ ഒന്നിനെ പോലെയാണ്. ലാൻഡിംഗ് സമയത്തുള്ള വലിയൊരു കപ്പൽ പോകുകയാണ്. ഒരു കാറ്റടിച്ച് കപ്പലോട് ചെയ്യാൻ തുടങ്ങി. ഒരു മഞ്ഞുകെട്ടിയിലിടിച്ചു. അതിലൂടെ ആളുകളെല്ലാം കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. കപ്പൽ മുങ്ങുമെന്ന് കണ്ട ആരാ കരയാത്ത? എല്ലാവരും നിലവിളിച്ചപ്പോൾ ഒരു 9-10 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചനകത്ത് നിർവികാരിയായി നിൽക്കുകയാണ്. അവിടെ വെച്ച്, മോനെ നിനക്ക് പേടിയില്ലയോ? പറഞ്ഞ്, എനിക്ക് പേടിയില്ല. ആരാ പേടിയില്ലാത്ത? ഈ കപ്പൽ നിയന്ത്രിക്കുന്ന കപ്പിത്താനിൻ്റെ ഡാഡിയാണ്. ഞാൻ പല പ്രാവശ്യം ഡാഡിയോടൊപ്പം കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കപ്പൽ നിയന്ത്രിക്കുന്നതിൻ്റെ ഡാഡിയാണ്. പല പ്രാവശ്യം എൻ്റെ ഡാഡി മഞ്ഞുകട്ടിയിൽ നിന്ന് കപ്പലിനെ രക്ഷിച്ചു. ഈ മഞ്ഞുകട്ടിയിൽ നിന്നും എൻ്റെ ഡാഡി രക്ഷിക്കും.
ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ലോ ഭയം. കാരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഡാഡിയാ. ഓ സ്വോത്രം കേട്ടില്ലല്ലോ. ശക്തിയോട് കൈയടിച്ച സ്വോത്രം പറഞ്ഞു പറ. നിയന്ത്രിക്കുന്നതിൻ്റെ ഡാഡിയാന്ന് പറ. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കുമെന്ന് പറ. നിയന്ത്രിക്കുന്നതിൻ്റെ ഡാഡിയാന്ന് പറ. വലിയ മഞ്ഞുകട്ടിയിൽ നിന്ന് എന്റെ ഡാഡി കപ്പലിനെ രക്ഷിച്ചിട്ടുണ്ട്. ഈ കപ്പിൽ ഈ മഞ്ഞുകട്ടിയിൽ എന്റെ ഡാഡി കപ്പലിനെ രക്ഷിക്കും. എന്റെ സഭയ്ക്ക് നേരെ ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ ദുഷ്ടപിശാച് വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പറ, ദുഷ്ടപിശാച് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, എന്റെ കുടുംബത്തെ വിടുവിച്ച ദൈവം, എന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവം, എന്റെ സഭയെ വിടുവിച്ച ദൈവം, ഇതിന്മേൽ ജയതരം കിടപടിച്ച് ആരാധിച്ചു പറ. ശപിച്ചു. മൂന്നാമത് വെല്ലുവിളിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ബാക്കിയെല്ലാം സഹിക്കുക. ഇന്നത്തെ വിശ്വാസികളായിരുന്ന 2 ആഴ്ച കിടുകിടുപ്പും പണിയായിട്ട് കിടന്നേനെ. 2 ആഴ്ച കിടുകിടുപ്പും പനി. പേര് കേട്ടാൽ മതി. ചിലർക്ക് പേടിയാ. ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ഞാനൊന്നുകൂടെ പറയാം, ദൈവമക്കളെ, പിശാചും അവൻ്റെ 1000 ദൂതന്മാരും നിന്നെയും നിന്റെ തലമുറയും ശപിച്ചാലും ആ ശാപം അനുഗ്രഹമാക്കി മാറ്റുന്നവൻ നമ്മുടെ മാറ്റുക. നീ വിശ്വസിക്കണം. കാരണം കൂടാതെ ശാപം പറ്റില്ല. അത് പ്രാഗിയാലെന്ന്. ദൈവം പ്രാകാത്തവനെ ആര് പ്രാകും? ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇസ്രായേൽ മക്കളിങ്ങനെ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ യുദ്ധം ചെയ്ത് നോക്കാനൊക്കാത്തതുകൊണ്ട് ബിലയാമിനെ, അല്ലേ ബാലാക്കല്ലേ, ബിലയാമിനാണോ? അതെ, ബാലാക്ക് ബിലയാമിനെ കൂലി കൊടുത്ത് കൊണ്ടുവന്നു. ഇവരെ ശപിക്കാൻ പറഞ്ഞു, പ്രാകാൻ പറഞ്ഞു. ആദ്യമേ ഒരു ആംഗിൾ 4 പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഇസ്രായേൽ ജനത്തെ കാണിച്ചു. കൊണ്ട് കിടക്കുന്ന ജാതി ഒരിടത്ത് വന്ന് കൊണ്ടുവന്നപ്പം ശപിക്കാൻ വന്നവൻ്റെ വായിൽ അനുഗ്രഹം കുത്തി നിറച്ചു. ദൈവം പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും? ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും? അനുഗ്രഹം. അവിടെ നോക്കി പിടിച്ചുകൊണ്ട് വന്ന് വേറൊരു ആംഗിളിൽ നിർത്തി ഇവിടുന്ന് പ്രാകാൻ പറഞ്ഞു. ഇതാ ശിലാഗ്രഹങ്ങളിൽ ഞാനവനെ കാണുന്നു, ഗിരികളിൽ ഞാനവനെ ദർശിക്കുന്നു. ഇസ്രായേലേ, നിന്റെ കൂടാരങ്ങൾ അത്ര മനോഹരം, രാജകോലാഹലമുള്ള മധ്യത്തിലുണ്ട്. ആഭിചാരം ഇസ്രായേലിന് വലിക്കില്ല, ഇസ്രായേലിന് ലക്ഷണവിദ്യ വലിക്കില്ല. കൈയടിച്ച് സ്തോത്രം പറഞ്ഞോണ്ട് പറ, ലക്ഷണവിദ്യയൊക്കെ ഉണ്ടെന്നേ, ആഭിചാരമുണ്ടെന്നേ. നീ ഇസ്രായേലാണോ? ഓ സതിയ, നീ സാക്ഷാൽ ഇസ്രായേലാണോ? ലക്ഷണവിദ്യ നിനക്ക് വലിക്കില്ല. നിന്റെ അടുക്ക ഒരുത്തൻ്റെ ലക്ഷണവിദ്യ നടക്കില്ല. കൈയടിച്ച ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. ഞാൻ ആദ്യം മുതൽ പറയാ, നീ ദൈവീയ പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നിടത്തോളം ഓരോ ദുഷ്ടശക്തിക്കും നിന്റെ തലമുറയെ തൊടാൻ കഴിയില്ല. 4 ആംഗിളിൽ കൊണ്ടുവത്തി പ്രാകാൻ പറഞ്ഞു. പ്രാകാൻ വന്നവൻ്റെ വായിൽ അനുഗ്രഹം കുത്തി നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞു, 23, 25 വീട്ടിൽ പോയി നോക്കിയാൽ മതി. ദൈവത്തെ ഇയാൾ ശാപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട. ഒന്ന് പോയി തരാമോ? ഒന്ന് പോയി തരാമോ? ദൈവകൃപയിൽ നിന്നാൽ, നീ ദൈവീയ വിശുദ്ധിയിൽ നിന്നാൽ എത്ര കെടിയെട്ടിയ പ്രവാചകനും നിന്നെ ശപിച്ചൊതുക്കാൻ കഴിയില്ല. സ്തോത്രം, സ്തോത്രം. അവൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്യം, മിനിയാന്ന് അങ്ങാണ്ടൊരു വാക്യം പറഞ്ഞു. യശയ്യാപ്രവചനം 44-ാം അധ്യായം 25-ാം വാക്യം വായിച്ചേ. യശയ്യാ 44:25. അതേ എന്താ ഞാൻ ജൽപ്പകന്മാരുടെ ഇതൊക്കെ പതിച്ചിട്ടോ, ഞാൻ ജൽപ്പകന്മാരുടെ ശകനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി
അവരുടെ ജ്ഞാനത്തെ ഉണ്ടോ, നിനക്കുള്ള ദൈവിക പ്രൊട്ടക്ഷൻ നീ മറന്നു പോകരുത്. ഞാൻ ജൽപ്പകന്മാരുടെ ശകനങ്ങളെ വ്യർത്ഥമാക്കും, പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കും, ജ്ഞാനികളുടെ ജ്ഞാനത്തെ ഞാൻ മടക്കി അയക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. അത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് അവയെ മടക്കി അയക്കുന്ന ദൈവമാണ്. ശക്തിയോടെ കരമടിച്ചോ, സ്തോത്രം പറഞ്ഞു. പേടിക്കരുത്. നിന്റെ ബിസിനസ്സിനെതിരെയോ നിന്റെ നന്മയ്ക്കെതിരെയോ നിന്റെ വീടിനെതിരെയോ അവർ ചെയ്തു ഇവർ ചെയ്തെന്നും പറഞ്ഞ് പേടിക്കരുത്. നീ ആരാധിച്ചാൽ മതി, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ മുട്ടിമേഴ്ന്നാ മതി. എവിടെ നിന്ന് വന്നോ അവിടേക്ക് ദൈവയെ മടക്കി അയക്കും. ശക്തിയോടെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാട്ട് പത്ത് ദേവന്മാരുടെ പേര് കേട്ടോണ്ട് നീ പേടിക്കരുത്. പത്ത് മന്ത്രവാദിയുടെ പേര് കേട്ടും പേടിക്കരുത്. യെരമ്യാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ രാഷ്ട്രങ്ങളുടെ നടുവിൽ നിർത്താൻ പോവാ, ഞാൻ നിന്നെ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിക്കരുത്, നീ ഭ്രമിച്ചു പോകരുത്, പേടിക്കരുത്. അവരത് ചെയ്തു, അവരിത് ചെയ്തു, ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്താലും നീ ദൈവകൃപയിലാണ്, ഫലിക്കില്ല. ഫലിച്ചെങ്കിലർത്ഥം നീ കൃപയെന്ന് വീണുപോയി, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവം വേലി പൊളിക്കുന്നത് എന്തിനു വേണ്ടിയാ? പിശാചിൻ്റെ വെല്ലുവിളി. ആ വെല്ലുവിളി സ്വീകരിക്കാൻ കാരണം നിന്റെ വിശ്വാസം പോകില്ലെന്ന് ദൈവത്തിന് അറിയാം. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാൽ കേരളത്തിലെ ഒരു ചർച്ചക്കോട് സഭയോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രസിദ്ധരായ ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം മന്ത്രവാദിയായിരുന്നു. ഡൽഹി ഭയങ്കര മന്ത്രവാദവും ക്ഷുദ്രവും. ഇപ്പോഴും ബിസിനസ്സുകാരൊക്കെ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ആളുകളെ മുടിക്കാനും നശിപ്പിക്കാനും ഒക്കെ ഇത് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഹിന്ദു ഇതൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര അറിയപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു വിശ്വാസിക്ക് വേണ്ടി അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഇവനെ മുടിക്കണം, ഇവൻ്റെ തകർക്കണം, ഇവനെ അതുകൊണ്ട് ഇത് കൊടുത്തു. അങ്ങനെ അയാൾ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ. ചെയ്യാൻ തുടങ്ങിയിട്ട് അയാളെ ഭദ്രകാളി എന്ന് പറയുന്ന ഒരു പിശാചിനെ, കുറേ പിശാചുക്കളെ അയച്ചു ഇവനെ കൊല്ലാൻ. ആദ്യം ചെന്നപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക. ഇവൻ ചെന്ന് കാണുമ്പോൾ ഒരു തീയുടെ നടുവിൽ നിൽക്കുന്നു. തിരിച്ചു പോന്നു. കൂടുതൽ മന്ത്രം ചെയ്ത് തിരിച്ചയച്ചു. അത് തിരിച്ചു വന്നിട്ട് ഇയാളെ കൊങ്ങായിക്ക് കയറി പിടിച്ചെന്നാ പറയുന്നത്. അവൻ്റെ കണ്ണ് തള്ളി, നാക്ക് നീണ്ടു. എന്നിട്ട് ചോദിച്ചു, നീ ആരുടെ അടുക്കലാടാ എന്നെ അയച്ചതെന്ന്? നീ എന്നെ കൊല്ലാൻ അയച്ചിരിക്കുകയാണോ? അവൻ്റെ പുറയിൽ നിൽക്കുന്നത് രാജാക്കന്മാരുടെ രാജാവും കർത്താവുമായ യേശു മശിഹയാണ്. നീ എന്നെ കൊല്ലാൻ അയച്ചിരിക്കുകയാണോ? അവൻ്റെ മുമ്പിലെല്ലാം മുട്ടും മടങ്ങും. ഏത് നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു, ആത്മാവിൽ ആരാധിച്ചു. നീ സേവിക്കുന്ന ദൈവം ആരെന്ന് നീ മനസ്സിലാക്കണം. അവന്റെ ശക്തിയുടെ വലിപ്പം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ ദൈവദാസൻ കൊല്ലം ചർച്ചകൂടിലുണ്ട്. ഇത് കളിയാറില്ല പറഞ്ഞു, തമാശ. അങ്ങനെ അനേക രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. നീ സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കണം. അവൻ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. പിന്നെന്താ ചെയ്തത്? അടുത്ത വാക്യം വായിച്ച്. അവൻ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. പിന്നെ ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കൊന്ന നിന്റെ മാംസം എല്ലാവരും ശ്രദ്ധിക്കണേ, ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്തത് ദാവീദ് ഫെലിസ്ത്യനോട് അതിലേക്ക് പിന്നെ വായിച്ചാൽ മതി. അപ്പൊ എന്താ മൂന്നാമത് പുള്ളി പറയുന്ന കേട്ടോ? ഇങ്ങോട്ട് നോക്കിയേ, ഇനി എന്നെ നോക്കിയേ. ഫെലിസ്ത്യൻ പറയുകയാണ്, നീ ഇങ്ങോട്ട് വാ. ദാവീദ് കോമളൻ, പൗഴുനിറമുള്ളവൻ, ബാലൻ. അവനെ നോക്കിയിട്ട് ഫെലിസ്ത്യൻ പറയുക, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കൊന്ന് നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും കാട്ടിലെ സകല മൃഗങ്ങൾക്ക് ഇരയാക്കും. ദാവീദ് ആകപ്പാടെ ഒരു കുഞ്ഞാട്ടിൻകുട്ടിയുടെ അത്രയേ ഉള്ളൂ. ഒരു സിംഹത്തിനൊന്നും നുണയാനില്ല, അല്ലേ? ടേസ്റ്റ് നോക്കാനില്ല. പക്ഷെ ഫെലിസ്ത്യൻ പറഞ്ഞോട്ട് പോ, ഞാൻ നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയാക്കും.
വെല്ലുവിളി, പിശാചിൻ്റെ വെല്ലുവിളി കേട്ട് നീ ഭയപ്പെടരുത്. നമ്മുടെ വിഷയം അതാ. കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. വെല്ലുവിളിക്കും സാത്താൻ. ഞാനതിനെക്കുറിച്ച് പറയുന്നത് നോക്കുകുത്തി കണ്ട് ഭയപ്പെടരുത്. ദൈവജനം പിശാചിൻ്റെ നോക്കുകുത്തികൾ കണ്ട് ഭയപ്പെടരുത്. എന്താ നോക്കുകുത്തി എന്നറിയാവോ? നോക്കുകുത്തി എന്താണെന്നറിയാവോ? ആണ് നോക്കി കുത്തിയിരിക്കുന്നു. നോക്കുകുത്തി അറിയാവോ എന്താന്ന്? അതിനെന്താ പറയുന്നത്? ആ മക്കൾ പറഞ്ഞു എന്താ? അത് തന്നെ. ഈ കൃഷി പാകമായി കഴിയുമ്പം ഈ കിളികൾ കൂട്ടത്തോട് വന്ന് നെല്ലും ഗോതമ്പും ഒക്കെ അടിച്ചുകൊണ്ട് പോകും. മക്കളെ നോക്കിയോ? നോക്കുകുത്തി എന്നാ? സ്കേർന്നല്ലേ? അത് തന്നെ. ഇതിനെ പ്രതിരോധിക്കുക. ഈ തത്തയൊക്കെ വന്ന് കൂട്ടത്തോട് വന്നങ്ങ് ഇറങ്ങി അടിച്ച് നിരത്തി എടുത്തോട്ട് പോകും. അപ്പം ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടി കൃഷിക്കാർ, നോക്കൂത്തി എന്താന്ന് ഞാൻ പറയാം, പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ കൃഷിക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു കമ്പി ഇങ്ങനെ ക്രോസിന് നിർത്തി കെട്ടിയിട്ട് അച്ചായൻ്റെ പഴയ ബനിയനോ ജുബായോ എടുത്ത് ഇതിനെ ഇടും. തലയൊരു ചട്ടിയും കമത്തി കണ്ണും ഒക്കെ വന്നുകൊണ്ട്. അപ്പം ഒരു പക്ഷി ആകാശൂടെ പറന്നു വന്നൊരു പക്ഷി നോക്കുമ്പോൾ ഒരു അച്ചായൻ അവനെ അടിക്കാൻ നിൽക്കാൻ തോന്നും. പാവപ്പെട്ട പേടിച്ച കിളികളെല്ലാം പറക്കും, പേടിച്ചു പോവും. എന്നാൽ ഇതൊത്തിരി കണ്ട ബുദ്ധിയുള്ള കിളികൾക്കൊരു കാര്യം മനസ്സിലാകും, വിള പാകമായിരിക്കുക, എന്നെ പേടിപ്പിക്കാൻ നോക്കുകുത്തിയെന്ന് ചെയ്യുക. ആ പക്ഷികളിങ്ങോട്ട് പറന്നിറങ്ങി വന്ന് നോക്കുകുത്തിയുടെ മണ്ടയ്ക്കിരുന്ന് അടിച്ച് തിന്നിട്ട് പോകും. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, ദുഷ്ടപിശാച് വെക്കുന്ന നോക്കുകുത്തികളെ കണ്ട് നീ ഭയപ്പെടരുത്. പിശാച് നോക്കുകുത്തി വെക്കുമ്പോൾ മനസ്സിലാക്കിയോണം, വിളപാകമായിരിക്കുക, കൊയ്ത്താരംഭിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുക, ഇന്ത്യയിൽ ദുഷ്ടപിശാച് നോക്കുകുത്തി വെക്കുന്നുണ്ടെങ്കിൽ സുവിശേഷകർക്കെതിരെ, സഭയ്ക്കെതിരെ അവൻ ഭീകരമായ നോക്കുകുത്തികളെ വെക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, വിളഭാഗമായിരിക്കുന്നു, കൊയ്ത്താരംഭിക്കാൻ പോകുന്നു, വലിയൊരു കൊയ്ത്ത് തുടങ്ങാൻ പോകുക. കൈയടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ! വിളഭാഗമായിരിക്കുന്നു, കൊയ്ത്ത് തുടങ്ങാൻ പോകുന്നു. പിശാചിന്റെ വെല്ലുവിളികൾ കണ്ട് ഭയപ്പെടരുത്. അടുത്തത് ദാവീദ് പറഞ്ഞതാണ്, വായിച്ചേ. ദാവീദ് എന്താണ് പറഞ്ഞത്? അടുത്ത വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വെയിലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. അടുത്ത വാക്യം. യഹോവ ഇന്ന് നിന്നെ അതാണ് വിശ്വാസം, എന്റെ കയ്യിൽ ഏൽപ്പിക്കും. അടുത്തത്, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് കണ്ടോ, ദാവീദ് പറഞ്ഞ നിന്നെ കൊടുക്കുമെന്നല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. കേട്ടോ, ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചടിച്ചു. അടുത്ത വാക്യം പറഞ്ഞേ, അതിലേക്ക് വരാം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് കൈ ഉയർത്തിയാട്ട് സ്തോത്രം പറ. നമ്മുടെ വാസപ്രാർത്ഥന ലക്ഷ്യമതാ, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് നീ അറിയും. അടുത്ത പറഞ്ഞ്, യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല യുദ്ധം ചെയ്യുന്നത്. സ്തോത്രം. ശക്തിയോടെ കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചു. ആ വാക്യത്തിലേക്ക് നമ്മൾ പിന്നെ വരും, മറക്കാതെ വായിക്കണം. നീ വാളും കുന്തവുമായി എൻ്റെ ഇടയിലേക്ക് വരുന്നു, ഞാൻ നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ വരുന്നു. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സ്തോത്രം, സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർണവും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന യഹോവയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവൻ ചാടിയും പുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്ക് വെള്ളിയില്ല, പൊന്നില്ല, എന്നാൽ യഹോവയുടെ നാമം നമുക്കുണ്ട്, യേശുവിൻ്റെ നാമം നമുക്കുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഭൂതങ്ങൾ അലറിയോടുന്ന നാമം, അത്ഭുത നാമം, അതിശയ നാമം, സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം, സർവശക്തിയുള്ള നാമം, ആ നാമമാണ് യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ.
നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നോ എന്നറിയാൻ വേണ്ടി ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എലീശ എന്താണ് പറഞ്ഞത്? എന്താ എലീശ പറഞ്ഞേ? എലീശ എന്താ പറഞ്ഞേ? അയ്യോ, ഉറക്കെ പറ. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നറിയും. എന്നാൽ ദാവീദ് എന്താ പറഞ്ഞേ? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നറിയണം. ദൈവമുണ്ടെന്നറിഞ്ഞാൽ പ്രവാചകനുണ്ടെന്ന് അറിഞ്ഞോളും. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് അത് പറഞ്ഞായിരിക്കും. നീ മഹത്വം മോഷ്ടിക്കരുത്, മഹത്വം ദൈവത്തിന് കൊടുക്കണം. എലീശയും മോഷ്ടിച്ചു ഒന്നുമില്ല. ഇനി നമുക്ക് എലീശയിലേക്ക് വരാം. അവിടെ അല്ലയോ തുടക്കം. വായിച്ചേ, നമ്മുടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിച്ചാട്ടെ. നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാവൂ എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അതിന്റെ ശരിപ്പാഴാൻ ഭ്രാന്ത് പിടിച്ച പോലായി പുള്ളിക്കെന്ന്. ഏറ്റവും ക്രുദ്ധിച്ചു, എന്നിട്ട് പുറപ്പെട്ടു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞേ? അവൻ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ പുള്ളിയുടെ പദ്ധതി അങ്ങനെ ആയിരുന്നു. പുള്ളി ഓടി വരും, രഥം കണ്ട ഉടനെ ഓടുവെന്നാ വിചാരിച്ച്. രഥം മാത്രമല്ല, രഥത്തിനകത്ത് വേറെ സാധനവും ഉണ്ടായിരുന്നു. 5-ാം വാക്യം വായിച്ചേ പാസ്റ്റർ. വിശ്വാസിയും പാസ്റ്റർമാരും എല്ലാം ഇത് പഠിക്കണം. 5-ാം വാക്യം. പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാമെന്ന് ആരാം രാജാവ്. രാജാവിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ 1. പിന്നെ അങ്ങനെ അവൻ 10 താലന്ത് വെള്ളി. ശക്തിച്ചത് വായിച്ചു. എത്ര താലന്താ? 10 താലന്ത് വെള്ളി. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണെന്ന് അറിയാമോ? 57 കിലോയാണ്. എത്ര കിലോയാ? ഡേക്സ് ബൈബിളൊക്കെ അടിച്ചു നോക്കണം. എത്ര കിലോയാ പറയുന്നേ? 57 കിലോ. അപ്പൊ 10 താലന്ത് 570 കിലോ വെള്ളി. പിന്നെ പറഞ്ഞ അടുത്ത വായിച്ചേ. പൊന്നും 6000 ശേക്കൽ പൊന്നും. എത്ര? 6000. ഇതൊരു പാവം കിട്ടിയാൽ മതി, ചാടുക. 6000 ശേക്കൽ പൊന്ന്. പിന്നെ വസ്ത്രവും. നമ്മൾ വസ്ത്രം എന്ന് വെച്ചാൽ ഒരു മുണ്ടു വാങ്ങിച്ചുകൊണ്ട് വന്നെന്നല്ല. ധൂമ്രവസ്ത്രവും പട്ടു എന്നൊക്കെ പറഞ്ഞ് വായിച്ചു കേട്ടിട്ടില്ലേ? കോടികൾ വിലയുള്ള. മൈക്കും കൊണ്ട് പിടിച്ച് പറഞ്ഞു വായിക്കട്ടെ. 10 കൂട്ടം വസ്ത്രവും. 10 കൂട്ടം വസ്ത്രം. എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ, ചുമ്മാ വായിച്ചു വിടരുത്. എത്ര ശേക്കലാണ്? 10 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ 570 കിലോ വെള്ളി. 6000 ശേക്കൽ പൊന്നും. ഞാനീ 10 ഒരു താലന്തൊക്കെ പിടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സകല ദൈവം ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി, താലന്തോളം വലിപ്പമുള്ള കല്ലായി, വലിയ കൽമഴ ആകാശത്ത് പെയ്തു. വായിക്കുമ്പോൾ തോന്നും താലന്തോളം വലിപ്പം ഇത്രയേ ഉള്ളെന്ന്. അപ്പോൾ നമ്മൾ ഈ താലന്തോളം വലിപ്പമുള്ള കല്ല് ആകാശമൊന്നും മനുഷ്യരുടെ മേൽ വീണെന്ന്, തലമണ്ടയ്ക്ക് വീണെന്ന്. എന്നാലും ഞാൻ പറഞ്ഞു കൊച്ചുകല്ലിൻ്റെ കാര്യമല്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ നോക്കിയപ്പോൾ ഡേക്സ് കൈവിള് പറയാ, ഒരു താലന്തെന്ന് പറഞ്ഞാൽ 57 കിലോ. 57 കിലോ ഭാരമുള്ള കല്ല് വല്ലപ്പോഴും ഓരോന്ന് വീഴുന്നതല്ല, പെരുമഴ പെയ്യുന്നവർ പെയ്തിറങ്ങുമെന്ന്. കല്ലൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഒരു വെള്ളക്കാ നിന്റെ മണ്ടയ്ക്ക് വീണമെന്നാലും അറിയാം. കാകളം ധരിച്ച് പോയില്ലേലേ ഷറാന്ന് പറന്ന് കല്ല് വീഴാൻ പോവാ. അതിനു മുമ്പ് ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിങ്കൽ സഭ മാറ്റപ്പെടും കുഞ്ഞേ. ഓ, കൈ ഉയർത്തിയാട്ട് ശക്തിയോടെ സ്വോത്രം പറ. നമ്മളെ ഇത്രയും ഏതാണ്ട് കണക്കുകൂട്ടി വന്നപ്പം ഏതാണ്ട് 58 ലക്ഷത്തിനും ഇന്നത്തെ വെച്ച് നോക്കിയാൽ, ഒന്ന് കണക്കൂട്ടിയൊക്കെ നിങ്ങൾക്ക് കണക്കൂട്ടാൻ അറിയാമെന്നല്ലേ, നോക്കണം. 10 ഇത്രയും ശേക്കൽ വെള്ളിക്കും ഇത്രയും താലന്ത് വെള്ളിയും ഇത്രയും സ്വർണവും എല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ പുള്ളി കുഷ്ഠരോഗം മാറാൻ വന്ന ചുമ്മാതൊന്നുമല്ല. ഏതാണ്ട് 58 60 68 ലക്ഷം രൂപ ഒറ്റ പ്രാർത്ഥനയ്ക്ക്. അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, ലോകത്തിലെ ഒരു രോഗിയും ഒരു ഡോക്ടർക്കും കൊടുക്കാത്ത മെഡിക്കൽ ഫീസുമായിട്ടാണ് വന്നത്.
58 ലക്ഷമോ കണക്കൊന്നും എനിക്കൊന്ന് അനപ്പുറമൊക്കെ 68 അങ്ങോട്ട് ലക്ഷം, അത് കൂടിയാണോ എത്ര എന്നറിയില്ല. നോക്കുമ്പോൾ അതുകൊണ്ടാണ് വന്നേ, മോശക്കാരനല്ല വന്നേ. പുള്ളി വിചാരിച്ച രഥവും അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ ഓടി ചാടി ഇറങ്ങി എലീശ പ്രവാചകൻ വന്ന് കൈവിട്ട് ഭാവിഷ എന്നൊക്കെ പറഞ്ഞ് കുലുക്കി. ശാസിക്കുന്ന സൂക്ഷിച്ചു വേണം. എന്നാലൊരു അച്ചായൻ ഭൂതത്തെ ഇങ്ങനെ ശാസിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി ഓർത്ത വെപ്പുവല്ലാന്ന്. യേശുവിൻ്റെ നാമത്തിൽ പൂവാക്കിപ്പോയി. അവിടെ വിചാരം നമ്മുടെ ഞാൻ എന്നാലും പറഞ്ഞു ശാസനയുടെ ശക്തി എത്ര ഡെസിബിൾ പവറിൽ പറഞ്ഞാലേ അവൻ പോത്തുള്ളതാണ്. ഒന്നും വേണ്ട. കർത്താവ് ശാന്തമായി പറഞ്ഞു, ദൈവീയാഭിഷേകം നിൻ്റെ മേലുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ ശക്തിപ്പെടണമൊന്നും കാണിക്കണ്ട, ആത്മാവ് ഇടപെട്ടോളും, നേരിട്ട് ശാസിക്കും. ശക്തിയോട് കൈയൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഈ യഥാർത്ഥ അഭിഷേകമുള്ളവൻ രഥം കണ്ടെന്നും വിരിച്ച് ചാടി ഇറങ്ങത്തില്ല. മിനിയാന്നേ ദൈവം എനിക്ക് ദർശനം തന്നതാ സാറ് വരുന്നതായിട്ട്. അയ്യോ വീട്ടിലൊന്നും കയറണ്ട, പുള്ളിയാണ് ചുറ്റും നടന്ന്. അങ്ങനെ ശാസിച്ചിരുന്നെങ്കിൽ കുട്ട അവിടെ ഇരുന്നേനെ. അകത്ത് കുട്ടവും വെച്ചുകൊണ്ട് ശാസിക്കാൻ നടന്ന അതാ വിടുതൽ നടക്കാത്ത എല്ലാ സൂത്രവും പോയി. ഭക്തി ആദായ സൂത്രമാക്കരുത്. സൗജന്യമായി കിട്ടി സൗജന്യമായി കൊടുക്കണം. ഇത് വിറ്റ് പണമാക്കരുത്. ഇന്ന് കേരളത്തിലൊരു നല്ല പങ്ക് വിൽപ്പനയാണ് ആത്മീയം. നിങ്ങൾ ദൈവമക്കൾ തന്നെ നന്മ സ്വീകരിക്കില്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സ്വീകരിക്കേണ്ടവൻ്റെ ഇന്ന് വാങ്ങണം, അല്ലാത്തവന് വാങ്ങരുത്. ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയ കാലം മുതൽ പ്രാർത്ഥിക്കാറുണ്ട്. അനുഭവം കയറ്റിങ്ങ് പറയാൻ എപ്പോഴും പറയാൻ കിട്ടില്ലല്ലോ. ദൈവഹിതമല്ലാത്തൊരുത്തൻ്റെ ₹1 എൻ്റെ പോക്കറ്റിൽ വരും. സത്യവാസ്റ്റൻ കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. ₹10 തന്നിട്ട് 250 പേരോട് പറയുന്നവന്മാരുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടുന്ന് പ്രസംഗിക്കുന്നത്. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ഒന്നും വരരുത്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 35 വർഷം മുമ്പ് മുതൽ ഞാൻ സുവിശേഷ യാത്ര തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഹൃദയത്തിൽ നിന്നും പ്രസംഗിക്കാൻ നിന്നതല്ല, പോകുന്നല്ലോ റെക്കോർഡ്. ഞാൻ പറയും, മക്കളെ ലോകത്തിലെല്ലായിടും ഞാൻ പോയി. ഇവിടെ വന്നപ്പോൾ ഒരു പാവപ്പെട്ട സഹോദരി, വീട്ടിൽ നിൽക്കുന്നൊരു സഹോദരി കൊണ്ട് ഒരു സ്വത്രാഴ്ച എടുത്ത് ഇവിടെ എവിടെ വെച്ച് ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറയും, മോനെ മക്കളെ, കുടുംബ പ്രാർത്ഥന ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്ക് നന്മ നൽകിയ പലർക്കും ഇന്നും വീടില്ല, ഇന്നും കാറില്ല. ഒരു മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് നൽകിയ നന്മയാണ്, സ്തോത്രകാഴ്ചയാണ്. നിങ്ങൾ അഹങ്കരിക്കരുത്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. 5 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ അവൻ പ്രസംഗിക്കും ഭയങ്കരമായിട്ട്. എന്നാ ഞാൻ പറഞ്ഞു, അതിനപ്പുറം വരും. 5 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ പപ്പ പോയിടത്തൊക്കെ പപ്പായ്ക്ക് ആഹാരം കൊടുത്തവരെ. എന്നിട്ട് പറയാ, ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്, അവർക്ക് ഇതെല്ലാം കൊടുക്കണേ. അങ്ങനെ വളർത്തണം മക്കളെ. ദ്രവ്യാർത്ഥി പഠിപ്പിക്കരുത്. സുവിശേഷ വേല ആദായം കരയുക വലതും കണ്ട് ആദായ സൂത്രമായി മാറി. എനിക്കെല്ലാം ഉണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ അമേരിക്കയിൽ ചെന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വ്യാസമാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നയച്ച്, വീടുണ്ട്, കാറുണ്ട്, ഇപ്പോൾ ആണ് ഓടിക്കാൻ ഡ്രൈവറുമുണ്ട്. അങ്ങനെ നിന്റെ എക്ക് നോക്കിയൊന്നും ഞാൻ വന്നതല്ല, നിന്റെ ഓർഡർ നോക്കി വന്നതല്ല. അതാ പറയുന്നേ. സ്വോത്രം. കാരണം ദൈവം എന്നോട് അവിടെ കാല് കുത്തിയപ്പോൾ ഒരു പുസ്തകം, എന്നൊക്കെ എൻ്റെ ആത്മകഥയിലുണ്ട്, വായിച്ചതുകൊണ്ടേ അറിയാം. ഒരു പുസ്തകത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു. പോട്ടെ, ഇതാ ജാതികൾ തുലാക്കട്ടയിലെ ഒരു തുള്ളി പോലെ തോന്നുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻ ദ ബൈബിൾ പ്രൊഫസി. പ്രസംഗിക്കാന്നില്ല ആരോ എനിക്ക് കർത്താവ് പറയുന്നു, അതുകൊണ്ട് പറയാം. എൻ്റെ അനുഭവമൊന്നും ഞാനൊന്നും പറയില്ല. ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻ ദ ബൈബിൾ പ്രൊഫസി. ആദ്യമായി അമേരിക്കയിൽ കാലുകുത്തി ക്ഷീണിച്ച് ജഗ്ലാഗൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പുസ്തകം മേശപ്പുറത്തിരിക്കുന്നു. ഞാൻ കിടന്ന റൂമിൽ ബൈബിൾ പ്രൊഫസി ഇൻ ദ ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. അതിൽ ജാതികൾ തുലാക്കട്ടയിലൊരു തുള്ളി പോലെ അവന് തോന്നുന്നു. തമ്പുരാൻ പറഞ്ഞു, മോനെ, ഗ്രേറ്റ് ബ്രിട്ടനും അതിലെ സകല സമ്പാദ്യവും എൻ്റെ മുമ്പിൽ ഒരു തുള്ളിയാ.
എൻ്റെ മുമ്പിൽ ഒരു തുള്ളിയാ. അമേരിക്കയും അതിലെ സകല ഡോളറും എൻ്റെ മുമ്പിൽ ഒരു തുള്ളിയാ, ഒരു ഡസ്റ്റാണ്. നീ എൻ്റെ ദാസനാണ്. ഡോളർ കാണുമ്പോൾ, പൗണ്ട് കാണുമ്പോൾ നിന്റെ കണ്ണു മഞ്ഞളിക്കരുത്. പരിശുദ്ധാത്മാവ് പറഞ്ഞതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭക്തിയാതായ സൂത്രമാക്കരുത്. ദൈവദാസൻ പറഞ്ഞു പോയി മുങ്ങാൻ പറയാൻ. ഒരാളെ വിട്ടിട്ട് പറഞ്ഞു യോർദാനി പോയി 7 വട്ടം മുങ്ങാൻ പറഞ്ഞു. ഇയാൾക്ക് ദേഷ്യമായി. ഇയാൾ പറഞ്ഞു അവിടെയൊക്കെ നല്ല എന്നാൽ പിന്നെന്താ മുങ്ങാഞ്ഞ്? ഇതിനൊക്കെ തെളിവുള്ള വെള്ളം യോർദാനി ഞാൻ പോയി നിന്നിട്ടുണ്ട്. കലക്ക വെള്ളമുള്ള സ്ഥലം, വെള്ളം. മുങ്ങാൻ പറഞ്ഞു. ഇതിനേക്കാൾ നല്ലത് അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ പ്ലാൻ പോലെയല്ല. പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ വന്നപ്പം കർത്താവ് എന്നാ ചെയ്ത്? നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചു. എന്നിട്ട് പറഞ്ഞു 1.5 കിലോമീറ്റർ അകലെ ശീലാകാക്കുളത്തിൽ പോയി കഴുകാൻ. എടാ എന്തോ ഇടപാടാ? തുപ്പലിട്ട് കുഴച്ച് ഒന്നാമത് അന്തൻ. അതിൻ്റെ കൂടെ ചേറൂടെ തേച്ച് വെച്ചിട്ട് പറഞ്ഞു 1.5 കിലോമീറ്റർ അകലെ 1.5 ആണോ 2.5 ആണോ 1.5 കിലോ പോടാ, തപ്പി തപ്പി പോടാ. നമ്മളാണ് പറയാൻ കർത്താവെ മണ്ടമുത്തി കാണിക്കാതെ. എന്തോ മന്ദം. ഒന്നാമത് മണ്ടൻ, മണ്ടനല്ലല്ലോ അന്തൻ. അതിൻ്റെ കൂടെ ചേറൂടെ തേച്ച് തപ്പിയിട്ട് പറഞ്ഞു പോയി കഴിയടാന്ന്. മണ്ടമുത്തി കാണിക്കാതെ. ഇവിടെ കർത്താവിൻ്റെ മണ്ടമുത്തി നിന്റെ ഏറ്റവും വലിയ ബുദ്ധിയേക്കാൾ വലുതാ. ഓ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. അങ്ങനല്ലേ ബൈബിള് പറഞ്ഞേ? ദൈവത്തിൻ്റെ ബുദ്ധിഹീനത ഉണ്ടെങ്കിൽ നിന്റെ വലിയ ബുദ്ധിയേക്കാൾ വലുതാ. നിനക്ക് ആവശ്യമുണ്ടോ എന്നറിയണം. നീ അനുസരിക്കുമോ എന്നറിയണം. എങ്കിലേ അത്ഭുതം നടക്കുള്ളൂ. രാവിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനുസരണത്തിൻ്റെ പുറകാലെയാണ് അനുഗ്രഹം. അനുസരിപ്പാൻ മനസ്സില്ലെങ്കിൽ അനുഗ്രഹം ലഭിക്കില്ല. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ ആലോചന അറിയിക്കുമ്പോൾ നീ അനുസരിപ്പാൻ തയ്യാറാകണം. നെടുമ്പാട് വീഴാൻ തയ്യാറാകണം. അതിൻ്റെ പുറകാലെയാണ് അനുഗ്രഹം. അപ്പോൾ നയമാൻ്റെ സഹോദരൻ കൂടെ വന്നവരെ ഇവൻ ദേഷ്യപ്പെട്ടു പോയപ്പോൾ അവനെ വിളിച്ചൊരു വിളിയുണ്ട്. പിതാവേ, പ്രവാചകൻ ഇതിൽ വലിയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ. കണ്ടോ സഹോദര ആ വാക്യം? അടുത്തു വന്ന അവനോട് പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നമ്മോട് കൽപ്പിച്ചിരുന്നെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പിതാവേ വിളിയാ. എന്താ നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ? എന്താ പിതാവേ? 10 പുത്തനുണ്ടെ ആരാ പിതാവേ എന്ന് വിളിക്കാത്ത? ഏത് കുട്ടരോഗിയെ? ഏത് കുട്ടരോഗിയെയും പിതാവേ എന്ന് വിളിക്കാൻ കുറേ എണ്ണമുണ്ട്. അതുകൊണ്ട് സ്വോത്രം പോയ ഓക്കെ. ഒരുത്തനെ ബഹുമാനിക്കേണ്ട അവൻ്റെ ധനം കണ്ടല്ല, അവനിൽ വ്യാപരിക്കുന്ന കൃപ കണ്ടായിരിക്കണം. 10 പുത്തനുള്ളതുകൊണ്ട് അച്ചായന ഇവിടുത്തെ വലിയ അച്ഛനോ അവരുടെ കയ്യിരിക്കട്ടെ. സഭയെ പുത്തനൊന്നും കാര്യമില്ല. ആരോട് പറയാനാ? സഭ, പെന്തക്കോസ്ത് സഭയുടെ നാശത്തിന് കാരണം പണം കൊണ്ടെന്തും നേടാമെന്ന അവസ്ഥ സഭയ്ക്കകത്ത് വന്നതാണ്. ഞാനിത് കയറി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. 18 വർഷം ഞാൻ IPCയുടെ കൗൺസിലുണ്ടായിരുന്ന ആളാണ്, ജനറൽ സ്റ്റേറ്റ്. ഞാൻ പിന്നെ തൊഴുകയ്യോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കാൻ വരല്ലേ, ഇനി ആ വഴിക്കില്ല. പണം സകലവിധ ദ്രവ്യാർത്ഥി സകലവിധ ദോഷത്തിനും കാരണം. പിതാവേ, ഇതിക്ക് വലിയ കാര്യം പറഞ്ഞത്. അപ്പം പിതാവ് കേട്ടു. അവിടെ പോയി ഇറങ്ങി മുങ്ങി. 7ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവൻ്റെ ദേഹം ഒരു ബാലൻ്റെ ദേഹം പോലെയായി. അനുസരണത്തിൻ്റെ പുറകാലെയാണ് അനുഗ്രഹം വരുന്നത്. ഏതസാധ്യ കാര്യങ്ങളും സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ദൈവം കൽപ്പിച്ചാൽ സംഭവിച്ചിരിക്കും. ഒരു പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് വിട്ടതാ. ഇത് സംഭവിക്കാതെ തിരിച്ചു എന്നാൽ കുഞ്ഞിൻ്റെ തലവിടെ കാണില്ല.
ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഈ പെൺകുഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക, കർത്താവേ, യഹോവയാം ദൈവമേ, എൻ്റെ പ്രവാചകൻ എലീശ ഇതുവരെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ടായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പ്രവാചകനിൽ വിശ്വസിച്ചിട്ടല്ല, നിന്നിൽ വിശ്വസിച്ചാണ് എൻ്റെ യജമാനനെ എവിടേക്ക് വിട്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തെ നീ ആദരിക്കണമേ, നീ അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് ഒരു പെൺകുഞ്ഞ് നെടുമ്പാടി വീണ് കിടക്കുകയാണ്. അവിടെ ദൈവത്തിന് പ്രവർത്തിപ്പാതിരിപ്പാൻ കഴിയില്ല. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ട്. പ്രവാചകന്റെ കൃപാവരത്തിന് ശ്രേഷ്ഠമല്ല ഒരു പെണ്ണിൻ കുഞ്ഞിന്റെ കണ്ണുനീരിന്റെ ശക്തി. ഓ ശക്തിയോടെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. അതൊക്കെ ആയിക്കഴിഞ്ഞു. പുള്ളി വീണ്ടും വന്നു. മുമ്പേ വന്ന പോലെ അല്ല ഇപ്പം പുള്ളി വന്നത്. അവിടെ ഞാൻ ഒരിടത്ത് എഴുതി, ദൈവം എന്നോട് പറഞ്ഞു, ഹ്യൂമിലിറ്റി, ഇവൻ്റെ ധാർഷ്ട്യത്തെ ദൈവം ഉടച്ചു കളയുകയായിരുന്നു. നിന്റെ തണ്ടും തടവും പണവും ഒന്നും ഇവിടെ സംഭവം അല്ലടേ, പോയി മുങ്ങ്, അനുസരിക്കാവോ, വിടുതൽ കാണും. അവൻ്റെ ധാർഷ്ട്യത്തെ ദൈവം ഉടക്കിയായിരുന്നു. നമ്മുടെയൊക്കെ ധാർഷ്ട്യത്തെ ദൈവം ഉടയ്ക്കും ചിലപ്പോൾ. നീ ഒന്നുമല്ല, നിസ്സാരനാണെന്ന് ദൈവം പഠിപ്പിക്കുകയായിരുന്നു. ഈ വന്നു കഴിഞ്ഞ് എന്നാ ചെയ്ത പുള്ളി? അറിയത്തില്ലേ എന്താ അവിടെ ഇരിക്കുന്നത്? പുള്ളി വന്നിട്ട് വീട്ടിൽ വന്ന് കയറി. പ്രവാചകൻ ഓടി വരട്ടെന്നും ചിന്തിച്ചില്ലോ. വിടുതൽ കണ്ടാൽ പിന്നെ വെളിപാട് വീഴത്തില്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി 10 താലന്തല്ലേ, 10 താലന്തല്ലേ അല്ലേ വായിക്കുന്നേ, താലന്ത് അല്ല, അതിന് മുകളിൽ വായിക്കാം. അത് പിന്നെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ പുള്ളി തന്നല്ല, വലിയൊരു ഗ്യാങ്ങിങ് വന്നേക്ക, മടങ്ങി വന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഉയർത്തിയ സ്തോത്രം പറഞ്ഞേ. അതാ നമ്മുടെ എല്ലാ ഉപവാസ പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെയും കൺവെൻഷന്റെ എല്ലാ ഉദ്ദേശം ഒരു ദൈവം ജീവിക്കുന്ന അറിയണം. കൈയടിച്ച് സ്തോത്രം ശക്തിയോടെ പറഞ്ഞേ, ദൈവം വേറൊരു ദൈവമില്ല. ന്യായമാനെ ദൈവം നോക്കി വെച്ചതാ ജീവനുള്ള ദൈവത്തെ അവിടെ വെളിപ്പെടുത്താൻ. ഓക്കെ, വായിച്ചേ സഹോദര. എന്നിട്ട് ഒരു ദൈവമില്ല, ദൈവം നീവനല്ലാതെ ഒരു ദൈവമില്ല. എന്നിൽ നിന്ന് ഒരു പ്രതിഗ്രഹം അങ്ങ് വാങ്ങണം. വായിക്കണം, പറയാ. വായിച്ചോ. അതിനവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒന്നും കൈക്കൊള്ളില്ല. അടുത്ത വാക്യം, നിർബന്ധിച്ചിട്ടും വാങ്ങിയില്ല. ഇതിന് എന്തോ സാധനം കൊണ്ടാ വന്നേ, തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇത് വാങ്ങിച്ചായിരുന്നേ പുള്ളി അവിടെ എല്ലാം ചെന്ന് പറഞ്ഞേനെ, ഒരു പ്രവാചകനുണ്ട്, കുട്ട ഉൾപ്പെടെ മാറ്റും, പക്ഷെ കനത്ത ഫീസ, താങ്ങാനൊക്കാത്ത വാങ്ങിക്കാതിനായി സ്തോത്രം, ചിലതൊക്കെ കിട്ടാത്തതിനായി സ്തോത്രം. ആ ലെവലിലേക്ക് വളരണം. ആർത്തിപ്പണ്ടാരം അങ്ങ് നടക്കുക. സ്തോത്രം. വാങ്ങിയില്ല, എനിക്ക് നിന്റെ ഒന്നും വേണ്ട. ഉടനെ ഈ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാ ശരി, ഞാൻ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കില്ല. വായിച്ചേ അടുത്ത വാക്യം. എന്നാൽ 2 കോർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. ഞാൻ ദൈവത്തെ അല്ലാതെ സേവിക്കില്ല, പക്ഷെ ഇവിടുത്തെ കുറച്ച് മണ്ണ് എനിക്ക് വേണം. അടിയനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹന്യയാഗവും കഴിക്കില്ല. ഈ മണ്ണ് കൊണ്ടുവച്ച് അവിടെ ഞാൻ ഹോമയൊക്കെ കഴിക്കും. പിന്നെ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് എക്സ്ക്യൂസ് തരണം. യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ യജമാനൻ നമസ്കരിക്കാൻ നിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോട് കുമ്പിടുമ്പോൾ ഞാനും ക്ഷേത്രത്തിൽ ഞാനും അവിടെ ഒന്ന് വണങ്ങിപ്പോവും. അവിടെ ന്യൂജന്റെ പ്രശ്നം. ഇവിടെ വരുമ്പോൾ ഒറിജിനൽ പെന്തക്കോസ്ത്, അവിടെ വരുമ്പം ഒറിജിനൽ ഓർത്തഡോക്സ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ആത്മാവ്. അവിടെ പരുമലപ്പള്ളി പെരുന്നാൾ വരുമ്പോൾ എൻ്റെ തിരുമേനി എല്ലായിടും ഒത്തുമല്ലോ. സോദരം പ്രായബാലന്മാർ അവൻ പറഞ്ഞു, ഇപ്പം കുഴൽ നാദം തമ്പുരു എന്ന് വീട്ടുമ്പോൾ
ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തിൻ്റെ മുമ്പിൽ വീഴണം. പ്രായബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ സേവിക്കും ദൈവം ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കില്ല. അത് പറയാനുള്ള തൻ്റെ ഇടം കൂടെ വേണം. അത് പറയാനുള്ള തൻ്റെ ഇടം വേണം. അതാണ് വേർപാടിൻ്റെ ശക്തി. നമ്മളുടെ പിതാക്കന്മാർ ഇറങ്ങി നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ നിർത്തിയ ദൈവത്തെ, ഞങ്ങൾ ദൈവത്തെ സേവിക്കും, അവൻ ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കില്ല. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പാൽപ്പെടാത്തൊന്നല്ല. അങ്ങനെയാണ് ഈ ഓളൊന്നും പോരാ. ഈ നിങ്ങളൊക്കെ പോയി നിങ്ങൾ വലിയ ആരാധ്യരായി കാണുന്ന പലരുടെയും പ്രശ്നം എന്താണെന്നറിയാവോ? ഞായറാഴ്ച അവിടെ ചെന്ന് സ്വത്രാഴ്ച വിട്ടുകൊടുത്താൽ മതി അവർക്ക്. അവിടെ പോയി കർത്തൃമേശ എടുത്ത് സ്നാനപ്പെടുകയും ചെയ്തിട്ട് എത്ര പിള്ളേർ പള്ളിയിൽ പോയി മോതിരം വാഴ്ത്തി താലികെട്ട് നടത്തിയത് എനിക്കറിയാം. ഈ പോകുന്നവരുടെ ഇത് പോകുന്നുണ്ടല്ലോ, അവിടെയാണ് എൻ്റെ വിയോജിപ്പ്. എടാ, ഇത് കെട്ടുതാലി പൊട്ടിച്ചിറക്കിയവൻ്റെ മാർഗമാണ്, അടികൊള്ളവൻ്റെ മാർഗമാണ്. എന്നിട്ടാണ് ഈ പ്രസ്ഥാനത്തെ ദൈവം വളർത്തിയത്. ഇതെന്തുവാ? ഇപ്പം ഇന്നലെ ഞങ്ങൾ ഇന്നടത്ത് പോകുന്നു, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ വേർപാടും വിശുദ്ധിയുണ്ട്. ഇവിടെ പോയി കാര്യം കാണാൻ നേരം അവിടെ ചെല്ലുക. പിള്ളേരെ കെട്ടിക്കണ്ടപ്പം പുള്ളിയുടെ മുമ്പിൽ ഇന്ന് കുരിശും വരച്ച് കാഴ്ത്തി എത്ര എണ്ണത്തെ എനിക്കറിയാം. അതുവരെ എന്തുവായിരുന്നു പരിപാടി? ഇതൊന്നും പ്രസംഗിക്കുന്നതല്ല വസ്ത്രേ. അതുവരെ കർത്തൃമേശ എടുക്കും, ആത്മാവിൽ ആരാധിക്കും. കാര്യം കാണേണ്ടപ്പോൾ അവിടെ പോകും, ശവടക്കണത്തിന് അവിടെ പോകും. അപ്പോൾ എന്തോ സുഖമാണ്. ഞായറാഴ്ച വന്ന് ഇവർക്ക് കാശ് കിട്ടിയാൽ മതി എന്നേ. 3000 പേര് വരുമ്പം എത്ര സ്വോത്രകാഴ്ചയാണ്. അതിനകത്ത് ആരിലിരിപ്പുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്നുണ്ട്. എന്തായാലും ഇത്രയും ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ അല്പം ഇവിടെ അല്പം, അതല്ല ക്രിസ്ത്യ ജീവിതം. ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവും ഇറക്കുന്നല്ല ക്രിസ്ത്യ ജീവിതം. നിന്നെ കാണുന്നവൻ പറയണം നീ ഒരു ദൈവ പൈതലാണെന്ന്. ഒന്നുകിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്ക്, അല്ല പിശാചിന്റെ പക്ഷത്ത് നിൽക്ക്. രണ്ടു പക്ഷത്തും ചവിട്ടിയുള്ള നിൽപ്പ് അവസാനിപ്പിക്ക്. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ഒന്നുകിൽ വേർപാണ്ട് വിശുദ്ധിയിൽ ആരാധിക്ക്. നീ സ്നാനപ്പെട്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ചെങ്കിൽ വിളിച്ചു പറ, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സ്നാനപ്പെട്ടിരിക്കുന്നു, ഞാൻ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു, ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന് പറ. അറിയാൻ തൻ്റെ ഇടമുണ്ടോ? അതിനാണ് അഭിഷേകം. സ്തോത്രം, സ്തോത്രം. ഇപ്പം നിർത്താൻ സമയമായി. നിർബന്ധിച്ചിട്ട് വാങ്ങിയില്ല. പുള്ളി പോയി, തിരിച്ചു പോയി, മണ്ണുമൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് കണ്ടപ്പോൾ ഒരു പുള്ളി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് പുള്ളിക്കിങ്ങനെ ചങ്കിടിക്കുക. എന്തോ മണ്ടനാടാ ഈ ഉപദേശി, ഈ പ്രവാചകൻ എന്തൊരു മണ്ടന. പുള്ളി പോയപ്പോൾ പുള്ളി പുമ്മെന്നുണ്ട് ഒറ്റ ഓട്ടം. ആരാ പുള്ളി? ഏകസി. ഓടി അലച്ച്, വണ്ടിയൊന്നും ഇല്ലല്ലോ അന്ന്, സ്കൂട്ടറൊന്നും ഇല്ലല്ലോ. ഓടി ചെന്നിട്ട് പറഞ്ഞു, ഓടി ചെല്ലുന്ന കണ്ടുകൊണ്ട് പുള്ളി തോന്നുന്നു നിർത്തി ഓടി വരുന്നു. പറഞ്ഞു, സാറേ ഒരു അത്യാവശ്യ കാര്യം ഇപ്പോൾ ഉണ്ടായേക്കുക, രണ്ടുപേര് വീട്ടിൽ വന്നേക്കുക, ഒന്നുമില്ലെന്ന്. എന്ത് ദൈവമേ, ഈ പ്രവാചനെ കൂടെ പറയിപ്പിക്കുക. പുള്ളി വെച്ച് ഓരോ കൂട്ടിങ്ങ് തരാൻ. പുള്ളി പറഞ്ഞു, ഓരോ കൂട്ടെന്തിനാ? എന്നാൽ 2 കൂട്ടിരിക്കട്ടെ, 2 താലം തിരിക്കട്ടെ. വായിച്ച ലാസ്റ്റ് ഞാൻ കുറിച്ച് തന്ന വാക്യം ഒന്ന് വായിച്ചേ. പുള്ളി ഓടി ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ട് പോയി, ഇതെല്ലാം വാങ്ങിച്ചിട്ട് എവിടാണ്ട് കാത്തു വെച്ചിട്ട് ഓടി വന്ന് ആരുടെ മുമ്പിൽ നിന്നു? പ്രവാചകന്റെ മുമ്പിൽ നിന്നു. 17-18 വാക്യങ്ങളല്ലേ? 20-21 വായിച്ചു. ദയവ് ചെയ്ത് 2 താലന്ത് വാങ്ങണമെന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചു. 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു. ചുമന്നുകൊണ്ട് പോകത്തക്കോണം കിട്ടി. വിട്ടോ, വായിച്ചു പെട്ടെന്ന് വിട്ടു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോവുകയും ചെയ്തു. പിന്നെ അവനകത്ത് കടന്ന് യജമാന്റെ മുമ്പിൽ നിന്നു. എന്നാൽ എലീശ അവനോട്, ഒന്നും അറിയാത്ത പോലെ പുള്ളി വന്നിരുന്നിപ്പ. എന്നാറേ എലീശ അവനോട്, എന്ന് വിളിച്ചു, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയനെങ്ങും പോയില്ല. ഒരു പച്ചക്കള്ള അടിയനെങ്ങും, ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ സാറിന് തോന്നിയതാ എങ്ങാണ്ട് പോയതായിട്ട്. ഓക്കെ,
ഓക്കെ, വായിച്ചു വായിച്ചു വായിച്ചു. അവൻ അതിനവൻ ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി, ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നു സമയം. ഞാൻ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ വന്നപ്പം അവിടെ ലാസ്റ്റ് ടൈം, ദിസ് ഇസ് ടൈം, നൗ ഇസ് ദ ടൈം ഇസ് അറ്റ് ഹാൻഡ് അത് പ്രസംഗിച്ചവിടെ. അപ്പോൾ അവിടെ ചെയ്യാൻ പാടില്ലാത്ത 20 കാര്യത്തിലൊന്ന്, ഇപ്പോൾ ഇതാകുന്നോ സമയം. ഇപ്പോൾ ഇതിനാണോ സമയം? എപ്പോഴും ചിന്തിച്ചോണം. ഇപ്പോൾ ഇതിനാണോ സമയം? ഇപ്പം വഴക്കുണ്ടാക്കാനാണോ സമയം? പാടിയുണ്ടാക്കാനാണോ സമയം? ഇപ്പം പിണങ്ങിയിരിക്കാനാണോ സമയം? കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാറായി. ഏത് നിമിഷവും നമ്മളൊക്കെ ഇവിടുന്ന് പോകും. ഏത് മരണം എപ്പം വേണേലും പിടിക്കാം. അപ്പം ഇതിനാണോ സമയം? ഇപ്പോൾ ഇതിനോ സമയം. അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും. അതാണ് എനിക്ക് വിഷമം. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്കും. പോയി വാങ്ങിച്ചതാ തലമുറയ്ക്കൂടെ. നിനക്ക് നിന്റെ സന്തതിക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അടുത്തത്, അവൻ ഹിമം പോലെ വെളുത്ത്, ഹിമം പോലെ വെളുത്തു, കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. കുറെ സ്വർണം വീട്ടി വെച്ചിട്ട് എന്നാ കാര്യം? നയമാൻ വിട്ടിട്ട് പോയ കുഷ്ഠം നീ ഏറ്റെടുക്കരുത്. മഹത്വം ദൈവത്തിനായിരിക്കണം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നറിയണം. 103 സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ എന്റെ സർവ്വയന്തരംഗമേ, വായിച്ചാട്ടെ, അടുത്തത്, അടുത്തത്, അവൻ നിന്റെ അകൃത്യമൊക്കെയും, പിന്നെ അവൻ നിന്റെ സകല രോഗങ്ങളെയും, അടുത്തത്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന്, അടുത്തത്, അവൻ ദയയും കരുണയും നിന്നെ. ദാവീദ് സാക്ഷ്യം പറയാൻ എഴുന്നേറ്റാൽ അവൻ പറയും, അവൻ ചെയ്തു. മനസ്സിലായോ? അവൻ ചെയ്തു, ഞാനൊന്നും ചെയ്തില്ല, ചെയ്തതെല്ലാം എൻ്റെ ദൈവമാ. മഹത്വം ദൈവത്തിനായിരിക്കണം. അവൻ ചെയ്തു. ചെല്ലുന്ന പ്രസംഗിക്കാൻ എഴുന്നേറ്റ, സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ, അവർ ചെയ്ത കാര്യമാണ്. അവൻ ചെയ്ത്, ഞാൻ ഇന്നടത്തായിരുന്നു, ഞാൻ ഇവിടുന്ന് വന്നു, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു. ഇയാൾ ഉഗാണ്ടയിലായിരുന്നു, ഞങ്ങളെന്നാ വേണം? പിന്നെ പറയും, ഞാൻ ഇത്രോളിന് തറക്കല്ലിട്ടു, ഇത്ര കട്ടള വെച്ചു, ഇത്ര പേരെ മുക്കി, ഇത്ര പേരെ പൊക്കിയിട്ടുണ്ട്, ഇത്ര പേരെ പൊക്കി. മഹത്വം ദൈവത്തിനായിരിക്കണം. 48 ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിട്ടുകൊടുക്കില്ല. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഇന്ത്യയിൽ എന്തുകൊണ്ടൊരു TL ഓസ്ബോൺ, ഞാൻ എഴുതിയത് അവർക്ക് മാസികൾ ഗുഡ് ന്യൂസിൽ, എന്തുകൊണ്ടൊരു TL ഓസ്ബോൺ ഉണ്ടാകുന്നു, ഒരു വില്യം കേറി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഒരു യോഗീശോ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടൊരു ബോങ്കെ ഉണ്ടാകുന്നില്ല? ചിന്തിക്കണം. അത്രയേ ഉള്ളൂ. ആരെങ്കിലും ഒരുത്തനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പം എല്ലാവരും കൂടെ അവനെ പോക്കാൻ തുടങ്ങും. അവൻ തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കില്ല, അവൻ്റെ സ്തുതി മറ്റൊരുത്തിന് വിട്ടുകൊടുക്കില്ല. മഹത്വത്തിന് യോഗ്യൻ ദൈവമാണ്. ഈ സഭയിൽ വന്ന് നിങ്ങളെ കണ്ടു. നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാൻ, നമ്മുടെ സഭയിൽ ദൈവത്തിന് മഹത്വം വരാത്തൊരു വാക്കും ഉയരാൻ പാടില്ല. ഇവിടെ ആൾക്കാരെ പൊക്കാനുള്ള വേദിയല്ല. ഈ കൺവെൻഷനൊക്കെ എന്നാ നടക്കുന്നേ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുക്കുകയാണ്. നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേവദാസ് ഭീമോൻ ചമ്പാസ്, അത് മതി, ഇനി അത് മതി. ഇതെന്തൊക്കെയാ പറയുന്നത്? ശ്രേഷ്ഠദാസൻ, നല്ല കാര്യമാണ്. ഞാൻ ഒന്ന് ബഹുമാനിത എന്ന് പറഞ്ഞ്, നല്ല ബഹുമാനിദാസ് ദൈവദാസ്, ഇത് ശ്രേഷ്ഠദാസൻ. നാളിലൊരാൾ പറയാ കർത്താവിൻ്റെ വിളറിയ ദാസനെന്ന്. കർത്താവിൻ്റെ
ഇതേതെങ്കിലും സെൻട്രൽ പാസ്റ്ററോട് ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ ഇങ്ങനെ പറയാൻ? മഹത്വം ദൈവത്തിനായിരിക്കണം. ദൈവദാസന്മാരെ ബഹുമാനിക്കണം. പക്ഷെ സ്റ്റേജിൽ അവരെ പൊക്കാനുള്ളതല്ല. 25 മിനിറ്റ് പ്രസംഗിനെ പൊക്കും. മഹത്വം ദൈവത്തിനായിരിക്കണം. നമ്മുടെ സഭയിൽ സാക്ഷ്യത്തിനിടയിൽ ദൈവനാമത്തിന് മഹത്വമല്ല. നീ ആരുടെ മുമ്പിലാ വന്നിരിക്കുന്നതെന്നറിയാവോ? ഒരൊറ്റ വാക്ക് വരരുത്. സഭയിൽ ദൈവനാമ മഹത്വത്തിനല്ലാത്ത ഒരു വാക്കും ഒരു ശബ്ദവും ഉയരരുത്. മഹത്വം ദൈവത്തിനായിരിക്കണം. എന്നിലൂടെ അങ്ങ് മഹത്വം എടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നറിയും. സഭ ദൈവത്തിൻ്റെ മഹത്വമായി മാറണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നിടമായി മാറണം. സഭ പ്രകാശ ഗോപുരമായി മാറണം. ഇവിടെ ഒരു ദൈവമുണ്ടെന്ന് 10 പേരറിയണം. നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്നറിയണം. നമുക്കൊന്നിച്ചൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നറിയണം. എല്ലാവരും എഴുന്നേറ്റാട്ട്. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം മഹത്വം ഞങ്ങൾക്കല്ല, ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല. കർത്താവേ, അങ്ങയ്ക്കായിരിക്കണം മഹത്വം, അങ്ങയ്ക്കായിരിക്കണം ക്രെഡിറ്റ്, അങ്ങായിരിക്കണം ഞങ്ങളുടെ മഹത്വം എടുക്കേണ്ടത്. 5 വിധമായ മാരകായുധങ്ങളാൽ പുത്രൻ തമ്പുരാനെ നമുക്കായവൻ പങ്കിട്ട് നൽകി. അവൻ തൻ്റെ പുത്രനെ നമുക്ക് പങ്കിട്ട് നൽകി. എന്നാൽ അവൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദൈവത്തിന് മാത്രമായിരിക്കട്ടെ മഹത്വം. അവൻ ചെയ്തു. ഞാനല്ല ചെയ്തത്, എൻ്റെ ദൈവം ചെയ്തു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വയന്ത്രംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ എല്ലാവരും പ്രാർത്ഥിച്ചാട്. കർത്താവേ, എന്നിലൂടെ അങ്ങ് മഹത്വമെടുക്കണേ. എൻ്റെ കുടുംബത്തിലൂടെ അങ്ങ് മഹത്വമെടുക്കണേ. എൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങ് മഹത്വമെടുക്കണേ. എൻ്റെ സഭയിലൂടെ അങ്ങ് മഹത്വമെടുക്കണേ. കൈ ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്. യേശുവേ, ഞങ്ങളുടെ വാസപ്രാർത്ഥനയുടെയും കൺവെൻഷൻ്റെ എല്ലാം മഹത്വം അങ്ങയ്ക്കായിരിക്കണം. ഞങ്ങൾ കുറഞ്ഞാലും അങ്ങ് വളരണമപ്പാ. കർത്താവേ, എൻ്റെ സഭയെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. അടിയങ്ങളെല്ലാം ദിവസം സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിന് പകരം ഞങ്ങൾ മഹത്വമെടുക്കാൻ നോക്കിയെങ്കിൽ, ഞങ്ങൾ പുകഴ്ചയെടുക്കാൻ നോക്കിയെങ്കിൽ, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണേ. ഏത് വിധേനയും ദൈവനാമം ഞങ്ങളുടെ മഹത്വമെടുക്കണം. ഈ സഭയുടെ വെളിപ്പെടുത്തണം. കർത്താവ്, ഈ ദിവസങ്ങളിൽ വാസപ്രാർത്ഥനയിൽ മഹത്വം അങ്ങയ്ക്കായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ സഭ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും മഹത്വം അങ്ങയ്ക്കായിരിക്കട്ടെ. എവിടൊക്കെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ അവിടെ ഞങ്ങൾ മറയപ്പെടണം. അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങളുടെ ഉയർത്തപ്പെടണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളടിച്ചാട്ട് ശക്തിയോട് സ്തോത്രം പറഞ്ഞാണ്. ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ.